ഖുർആൻ വ്യാഖ്യാനമാണ് ഞാൻ ഈ കാണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ വിവരണം 4-ാം വാള്യത്തിൽ അതാ സൂറത്തുൽ ഫലഖിന്റെ വിശദീകരണത്തിൽ അമാനി മുഹമ്മദ് മൗലവി അടക്കമുള്ള കുറെ പണ്ഡിതന്മാർ ചേർന്ന് എഴുതിയ ഈ പരിഭാഷ, ഈ വ്യാഖ്യാനം എത്രയോ കൊല്ലങ്ങളായില്ലേ മുസ്ലിം കൈരളിക്ക് സംഭാവനയായി നൽകപ്പെട്ടിട്ട്. അതിൽ പറയുന്ന വാചകം കേട്ടോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ 3 സൂറത്തുകൾ ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈ കൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ശേഷം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം കേട്ടോ, മൗലവിയുടെ ഒരു ദീർഘവീക്ഷണം. ഏതെങ്കിലും ആളുകൾ ഇനി മുജാഹിദിന്റെ നേരെ ഇവരിത് പണ്ട് എതിർത്തവരാണെന്ന് പറയുമോ എന്ന ഒരു ദീർഘവീക്ഷണം കൊണ്ടായിരിക്കാം മൗലവി മന്ത്രത്തെ എതിർക്കുന്നവര് അവരെ വിമർശിച്ചുകൊണ്ട് മൗലവി അന്നേ എഴുതുകയാണ്. മന്ത്രത്തെ എതിർക്കലല്ല, മന്ത്രത്തെ എതിർക്കുന്നവരെ എതിർത്തുകൊണ്ട് മൗലവി എഴുതിയത് കേട്ടോ. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിന് സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ല. അത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടവില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അല്ലാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ശേഷം പിന്നെയും അതിൻ്റെ കുറേ വിവിധ നിയമങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പം മന്ത്രത്തെ ആരാ എതിർത്തത്? നമ്മുടെ പരിഭാഷയിലില്ലേ? കുട്ടികളെ മദ്രസയിൽ പഠിപ്പിക്കുന്നുമില്ലേ? മാത്രമല്ല നമ്മുടെയൊക്കെ എല്ലാ ആളുകളുടെയും പ്രഭാഷണങ്ങളിൽ പണ്ടേ ജനങ്ങളെ പഠിപ്പിക്കാറുണ്ട്. അനുവദിക്കപ്പെട്ട മന്ത്രമുണ്ട്, നിഷിദ്ധമായ മന്ത്രമുണ്ട്. കൃത്യമായി ഇതൊക്കെ വിശദീകരിച്ച് തരാറില്ലേ? പിന്നെ ഏതെങ്കിലും ബുക്കിൽ, ഇനി KNM-ന്റെ ഏതെങ്കിലും ബുക്കിൽ ഏതെങ്കിലും ഗുളികൻ, അതല്ലെങ്കിൽ ഈ നൂല്, അല്ലെങ്കിൽ ഉറുക്ക്, നറുക്ക്, ഈ രൂപത്തിൽ വാചകങ്ങൾക്കിടയിൽ വല്ല മന്ത്രവും കണ്ടാൽ അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അവിടെയൊക്കെ നിഷിദ്ധമായ നൂലുമന്ത്രവും ദുർമന്ത്രവും ഒക്കെയാണ് ഉദ്ദേശിക്കപ്പെട്ടത്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് ഈ സത്യത്തെ തമസ്കരിക്കാൻ, ഈ സത്യത്തെ നിരാകരിക്കാൻ നിങ്ങളിനി തയ്യാറാവേണ്ടതില്ല. ജനങ്ങൾ വിവരമുള്ളവരാണ്, അവർ ഖുതുബകൾ കേൾക്കുന്നവരാണ്, അവർ പ്രസംഗങ്ങൾ ശ്രദ്ധിക്കുന്നവരാണ്, അവർ വായിക്കുന്നവരാണ്. മന്ത്രത്തെ എതിർത്തിട്ടില്ല. 974 രേഖ ഞാൻ കാണിച്ചു. അതിൻ്റെ മുമ്പും അതിൻ്റെ ശേഷവും ഒന്നും എതിർത്തിട്ടില്ല കേട്ടോ. ഈ നിലയ്ക്ക് എന്തിനാ നിങ്ങൾ കളവ് പറയുന്നത്? ഇനി സുഹൃത്തുക്കളെ, ഇവരല്ലേ പൊളിച്ചെഴുതിയത്? ഇവരെന്തൊക്കെ കാര്യങ്ങൾ മാറ്റി? പെണ്ണുങ്ങൾ കയ്യെഴുത്ത് പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്താ ഇവർ പറഞ്ഞത്? സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കാൻ പാടുണ്ടോ? സ്ത്രീ അക്ഷരവിദ്യയെ സംബന്ധിച്ച് ഇവരെന്താ എഴുതിയത്? ഞാൻ നിങ്ങളെ പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇവരുടെ പ്രസിദ്ധീകരണത്തിൽ നിന്നാ ഞാൻ വായിക്കുന്നത് കേട്ടോളൂ. സ്ത്രീകൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ ശറയിൽ മക്റൂഹാണെന്നും മറ്റും പല മഹാന്മാരായ ഉലമാക്കൾ മുമ്പ് തന്നെ തീരുമാനിച്ചിട്ടുള്ളതാകയാൽ അവർക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കൽ പ്രത്യേകം പാടില്ലാത്തതാണെന്ന് ഈ യോഗം തീരുമാനിക്കുന്നു. CK മുഹമ്മദ് മൗലവി അവതരിപ്പിച്ചു. AP അഹമ്മദ് കുട്ടി മൗലവി പിന്താങ്ങി. ആ പിന്താങ്ങിയ ഫത്വ എവിടെ പോയി? പിന്താങ്ങി കണ്ടില്ലേ? വലുതായിട്ട് കാണുന്നു. പെണ്ണുങ്ങൾക്ക് കയ്യെഴുത്ത് പഠിപ്പിക്കലും മക്റൂഹാണ് അവിടെ പറഞ്ഞത്. കേട്ടോ, അതിൽ നിന്ന് തന്നെ വായിക്കട്ടെ, കേട്ടോളൂ നിങ്ങൾ. എന്താ അതിലെഴുതിയത്? ഇനി കൃത്യമായിട്ട് വിശദീകരിക്കുന്നു. ഇനി സ്ത്രീ അക്ഷരമെങ്കിലും സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ മക്റൂഹാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു, നിങ്ങൾ സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കരുത്. ഇക്കാലത്ത് വഖാല ശൈഖു, ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ, ഇതിലുള്ള അങ്ങനെ കേട്ടോ, അക്ഷരവിദ്യ അധികവും ദീനിയായ വിഷയത്തിലോ ശറഅ അനുസരിച്ച തോതിലോ കാര്യമായ ആവശ്യത്തിനോ അല്ലാത്തതോടുകൂടി അതിനാൽ കണക്കില്ലാത്ത പാവങ്ങൾ വന്നു വശാകുന്നതും അത് പല പാവങ്ങൾക്ക് ഉപകരണമാകുന്നതും
ദൃഷ്ടിയാൽ അറിയപ്പെട്ടതായും അനുഭവപ്പെട്ടതായും വരുന്നതുകൊണ്ട് സ്ത്രീ അക്ഷരവിദ്യ ശറഅ് അനുസരിച്ച വിധത്തിലും ദീനിയായ വിഷയത്തിലും ആയാൽ അത് അസ്ലിൽ മക്റൂഹ് മാത്രമാണെങ്കിലും ഇക്കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായും ഹറാമാവാൻ മാത്രമേ വഴി കാണുന്നുള്ളൂ. കാലത്തുള്ള സ്ത്രീ അക്ഷരവിദ്യ തീർച്ചയായി കറാഹത്തല്ല, ഹറാമാവാനേ വഴി കാണുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പൊളിച്ചെഴുതിയില്ലേ? നിങ്ങളുടെ ഫത്വ ഇപ്പൊ എവിടേക്കാ പോയത്? പ്രായോഗികമായി നിങ്ങളത് മാറ്റിയില്ലേ? നിങ്ങൾക്ക് വനിതാ കോളേജ് ഇല്ലേ? വനിതകൾക്ക് നിങ്ങൾ ക്ലാസ് എടുക്കുന്നില്ലേ? വനിതകളെ കൊണ്ട് എഴുത്ത് പഠിപ്പിക്കുന്നില്ലേ? വനിതകൾ എഴുത്ത് പഠിപ്പിക്കുന്നില്ലേ? അവർ തന്നെയും എഴുതുന്നില്ലേ? ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാനാകുമോ? എന്തേ ഈ മാറ്റത്തിന്റെ കാരണം? അൽഹംദുലില്ലാഹ്, അക്കാര്യത്തിലെങ്കിലും നന്നായല്ലോ. പക്ഷേ ഇതൊക്കെ നിങ്ങൾ അറിയണം, ഈ ജനത്തിന്റെ മുമ്പിൽ നിങ്ങൾ മറച്ചു വെച്ചതാണ്. മുമ്പ് ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞതാണ്. മക്റൂഹാണെന്നൊരിക്കലും ഹറാമാവാനേ വഴി കാണുന്നുള്ളൂ എന്നും പിന്നെയും നിങ്ങൾ പറഞ്ഞില്ലേ? അതിൽ ഒതുങ്ങുന്നുണ്ടോ നിങ്ങളുടെ പൊളിച്ചെഴുത്തിന്റെ രൂപം? തീർന്നിട്ടില്ലല്ലോ. എത്രയോ പരിഭാഷകളിൽ നിന്ന് ഖുർആനിന് നിങ്ങൾ ഇറക്കിയിട്ടില്ലേ? ഖുർആൻ പരിഭാഷയെ പറ്റി സമസ്ത മുമ്പ് പറഞ്ഞത് ഹറാമാണെന്നല്ലേ? ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത് പാടില്ലെന്നല്ലേ പറഞ്ഞത്? ഖുർആൻ ഒരാൾ മനഃപൂർവ്വം പരിഭാഷപ്പെടുത്തുന്നുവെങ്കിൽ ഒന്നുകിൽ അയാൾ ഭ്രാന്തനാണെന്ന് കരുതി ചികിത്സിക്കണമെന്നും, അതുമല്ലെങ്കിൽ മനഃപൂർവ്വമാണെങ്കിൽ അയാളെ വേറെ ഏതെങ്കിലും നിലക്കൊല്ല അയാളെ കൊല്ലണം എന്നൊക്കെ വരെ എഴുതി വിട്ടിട്ടില്ലേ? നിഷേധിക്കുകയാണെങ്കിൽ രേഖയപ്പോൾ ഹാജരാക്കുന്നതാണ് എന്ന് ഇപ്പോൾ ഒന്ന് പറഞ്ഞു നിർത്തുകയാണ്. ഇനി നിങ്ങൾ ചിന്തിച്ചോ സുഹൃത്തുക്കളെ, ആ വിഷയം കഴിഞ്ഞു. ഇനിയും പറയട്ടെ, വസ്തുതകൾ ഉൾക്കൊള്ളാനാവാതെ ഇയാൾ കരണം മറിയുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? ഇവിടെ വന്നിട്ട് നിങ്ങളൊക്കെ കേട്ടതല്ലേ? പേരോട് മുസ്ലിയാർക്ക് ഇയാൾക്ക് എന്ത് ചോദ്യം കിട്ടിയാലും മറുപടി പറയാൻ കഴിയുമെന്ന നാട്യമാണ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ഇത് ലോകര് കേട്ടാൽ എന്താ എന്നെ കുറിച്ച് ചിന്തിക്കുക എന്നൊന്നുപോലും ചിന്തിക്കാതെ കൊടുത്ത മറുപടി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു വസ്തുതയും ഇയാൾ ഉൾക്കൊള്ളില്ല. ആ നിലക്കല്ലേ ഇയാളുടെ മറുപടി? ഞാൻ മൂപ്പരോടൊരിക്കൽ ചോദിച്ചിരുന്നു, കൊടികുത്ത് നേർച്ചയുണ്ടോ? മക്കയിലും മദീനയിലുമൊക്കെ കൊടികുത്ത് നേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ എന്താണ് ഈ പേരോട് കൊടുത്ത മറുപടി എന്ന് നിങ്ങൾ ഒന്നുകൂടി കേട്ടോളൂ. കൊടികുത്തലുണ്ടോ? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി മിനായിലും അറഫയിലും കുത്തലില്ലേ? ഏത് രാഷ്ട്രത്തിന്റെ കൊടിയാ കുത്താത്തത്? എല്ലാ രാഷ്ട്രത്തിന്റെയും കൊടി കുത്താറില്ലേ? കേട്ടോ, എല്ലാ രാജ്യത്തിന്റെ കൊടിയും മിനായിൽ കുത്താറില്ലേ? കേട്ടോ, അപ്പൊ കൊല്ലത്തെ കൊടികുത്തിപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. എടേ ഒക്കത്തെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ മഹത്തായ വർഷം തോറും നടത്തി വരാറുള്ള മിനായിലെയും അറഫാത്തിലെയും മക്കയിലെയും ഒക്കെ കൊടികുത്ത് നേർച്ച കഴിഞ്ഞ് ചീരണിക്കൊട്ടയിട്ട് ഇറങ്ങിപ്പോ നാട്ടില്. ഇയാളുടെ ഭാഷയിൽ എന്തും പറയാനുള്ള ഒരു തൊലിക്കെട്ടി. പടച്ചതമ്പുരാൻ നിങ്ങൾക്കും ഹിദായത്ത് തരട്ടെ എന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ആരെയും പറ്റി കൊടുക്കൂലെന്നൊന്നും കരുതൂല. മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. സുഹൃത്തുക്കളെ, ഇയാളൊന്ന് നന്നാവട്ടെ. എന്താണ് ഈ കോലത്തിൽ മറുപടി പറയുന്നത്? ഇനി സുഹൃത്തുക്കളെ, അത് മാത്രമാണോ പറഞ്ഞത്? ഞാൻ ചോദിച്ചില്ലേ, ആണ്ടുനേർച്ചയുണ്ടോ മക്കത്ത് എന്ന് ചോദിച്ചപ്പോ, മക്കയിൽ ആണ്ടുനേർച്ചയുണ്ടോ എന്ന് ചോദിച്ചപ്പോ മുപ്പര് നൽകിയ മറുപടി എന്താന്ന് പറഞ്ഞത് കേട്ടോളൂ. മക്കയിൽ ആണ്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. എന്താണ് ഈ ഹജ്ജ് എന്ന് പറഞ്ഞത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമും കൊല്ലത്തിലൊരു പ്രാവശ്യം അവരെ അനുസ്മരിച്ചുകൊണ്ട് അവിടെ പോയി സൽക്കർമ്മം നടത്താൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നു. അത് ആണ്ടിലൊരിക്കൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആണ്ട് തന്നെയല്ലേ അത്? അത് നേർച്ചയാക്കലുണ്ടോന്ന്? ഹജ്ജ് നേർച്ചയാക്കലില്ലേ? കേട്ടോ, ആണ്ട് തന്നെയല്ലേ അത്? പിന്നെ നേർച്ച, ഹജ്ജ് നേർച്ചയാക്കലില്ലേ? അപ്പൊ ആണ്ട് പ്ലസ് നേർച്ച, ആണ്ട് നേർച്ച. എന്താ തഫ്സീർ? നല്ല ബുദ്ധിയാ. ധൈര്യൊള്ളിക്കണ്ട മണ്ട. ഇപ്പൊ ആൾക്കാരെ ആണ്ട് നേർച്ചക്ക് പോയി വന്നിരിക്കുകയാണ്. എന്താ സുഹൃത്തുക്കളെ, ഇതൊന്നും ഒരിക്കലും വിശദീകരിക്കേണ്ടതില്ല. എല്ലാവർക്കും മനസ്സിലായണ പൊട്ടത്തരങ്ങളായി പറയണമൊക്കെ. അപ്പൊ നമ്മളന്ന് ഇയാളോട് ചോദിച്ചു, അപ്പൊ ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാല് അത് ശരി, ഹജ്ജ് ആണ്ട് നേർച്ചാനല്ലേ? അപ്പൊ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടത് ദുൽഹജ്ജ് 10-നായിരുന്നോ? ഹജ്ജിന്റെ ആ ദിവസങ്ങളിലല്ലേ? ദുൽഹജ്ജിന്റെ 10ഓ 11ഓ ഒക്കെ ദിവസങ്ങളിലായിരുന്നോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണപ്പെട്ടത്? കാരണം നിര്യാണ ദിനം നോക്കിയല്ലേ ആണ്ട് നേർച്ച എന്ന് നിങ്ങൾ തന്നെ എഴുതിയതാണ്. അപ്പൊ മരിച്ച ദിവസം തന്നെ ആവണമെന്നുണ്ടല്ലോ എന്ന മറുപടി അങ്ങ് ചെന്നപ്പോ മൂപ്പര് ചോദിക്കാ എന്നോട്,
മൗലവി ചോദിക്കേണ് ഇബ്രാഹിം നബി അന്നാണോ മരിച്ചത്, അത് നിര്യാണ ദിവസം തന്നെ ആണ്ട് നടത്തേണ്ടത് ആരാങ്ങളെ പഠിപ്പിച്ചത് എന്ന് എന്നോട് ചോദിക്കേണ്. കേട്ടോളി ആ ഭാഗം. മൂപ്പര് ഭയങ്കര ചോദ്യം ചോദിച്ചിട്ടോട്, മക്കത്ത് ആണ്ട് നേർച്ചുണ്ടോ മുസ്ലിയാര്? ഞാൻ പറഞ്ഞ ആണ്ട് നേർച്ച കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മം നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി. അപ്പൊ കൊല്ലത്തിൽ ചെയ്യുന്ന സൽക്കർമ്മമാണ് ഹജ്ജ്, അത് നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയായി. അപ്പൊ ഹജ്ജ് തന്നെ നേർച്ചയാക്കിയാൽ ആണ്ട് നേർച്ചയാണ്. അപ്പൊ മൗലവി പറഞ്ഞു നിങ്ങളെ റിസാലയിലുണ്ട്, റിസാലയിലെ പകുതി കട്ടിട്ടാ വായിച്ചത്. എന്റെ നേരെ മേലുണ്ട് ഞാൻ പറഞ്ഞ ആശയം, അത് കട്ടിട്ടാ മൗലവി ഇവിടെ വായിച്ചത്. റിസാലയിൽ പറഞ്ഞിട്ടില്ല, നിങ്ങളെ പറഞ്ഞതിന് ഞാൻ പറഞ്ഞതിനെതിരായിട്ട് പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ പോലെ റിസാലയിലുണ്ട്. പിന്നെ ഒരു കാര്യം അതുകൂടി പറയാൻ നിർത്തുകയാണ്, ആണ്ട് നേർച്ചാണ് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം ചെയ്യുന്ന സൽക്കർമ്മം, അത് നേർച്ച ചെയ്താൽ ആണ്ട് നേർച്ചയായി. അപ്പൊ മൂപ്പര് ചോദ്യമാണ്, ഇബ്രാഹിം നബി മരണപ്പെട്ടത് ദുൽഹജ്ജ് 10-നാണോ? മരിച്ച അന്നേ ആണ്ട് നേർച്ച നടത്തുന്ന ആരാ മൗലവിനെ പഠിപ്പിച്ചത്? റിസാല. മരിച്ച നടത്തുന്ന ആണ്ട്, മരിച്ച ദിവസത്തോടനുബന്ധിച്ച് ആണ്ട് നടത്തുന്ന ആരാങ്ങളെ പഠിപ്പിച്ചത്? റിസാല. കേട്ടോ, വായിച്ചു കേട്ടോ. ഞാൻ റിസാല കട്ടുത്തരെ, എനിക്കെന്തിനാ നിങ്ങളത് കക്കണത്? എനിക്ക് നിങ്ങളത് കക്കണോ? ഞാനൊന്നും കട്ടിട്ടില്ല. കേട്ട് വായിച്ചോ, റിസാലി എന്നാ വായിക്കുന്നത്. മഹാന്മാരുടെ മക്ബറകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണ ദിനത്തിനോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടുനേർച്ച എന്ന് മുസ്ലിങ്ങൾ പറയുന്നത്. അപ്പൊ ഇയാളാരാ? മുസ്ലിങ്ങൾ പറയുന്നത് ഇയാളാരാ? അടുത്ത ഇനിയും കേട്ടോ, മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച്, കേട്ടോളൂ, മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച്. മൂപ്പരനോട് ചോദിച്ചില്ലേ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആരാങ്ങൾ പഠിപ്പിച്ചത്? അതിന്റെ മറുപടിയായി പറയുന്നത് പിടിച്ചു വാങ്ങി പോക്കറ്റിലിട്ട് വെച്ചോ. മഹാന്മാരുടെ നിര്യാണ ദിനത്തോടനുബന്ധിച്ച് ആണ്ടുതോറും നടക്കുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് മലബാറിൽ ആണ്ടുനേർച്ചകൾ എന്നറിയപ്പെടുന്നതെന്ന് സൂചിപ്പിച്ചല്ലോ. എത്ര കൃത്യമായിട്ടാണ് നമ്മളത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ? ഇനിയും സുഹൃത്തുക്കളെ എവിടെയാണ് ഈ കാര്യങ്ങളിലൊക്കെ ഇനിയും വിശദീകരിക്കുന്നത്? കേട്ടോളൂ, റിസാല നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പൊ ഞാനൊന്നും കട്ടിട്ടില്ല, എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾ മനസ്സിലായി കഴിഞ്ഞു. ഇനി സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആണ്ട് നേർച്ചയുടെ രംഗങ്ങൾ ഇയാൾ ഈ ഹജ്ജ് ആണ്ട് നേർച്ചയാണെന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മുസ്ലിയാരെ, ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആണ്ട് നേർച്ച നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ലോ, നിങ്ങൾ പറ്റിക്കുകയല്ലേ ജനങ്ങളെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ആണ്ട് മനസ്സിലായില്ലെങ്കിൽ ഇതാ പിടിച്ചോറ് പറഞ്ഞിട്ട് കുറെ സീനുകൾ, അന്ന് കുറെ സീനുകൾ കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ഇന്നും ചില സീനുകൾ കാണിക്കുകയാണ്. ആ സീനുകളൊക്കെ കാണിക്കുമ്പോൾ മൂപ്പരതിനെ നിഷേധിക്കുകയാണ് പിന്നീട്. അതുകൊണ്ട് കുറച്ച് സീനുകൾ നിങ്ങൾ കുറച്ചു നേരത്തേക്കൊന്ന് പെട്ടെന്ന് കണ്ടു തീർക്കുക. ഉണ്ടോ? കുഴൽ വിളിയൊക്കെയാണ് കേട്ടോ, ശ്രദ്ധിച്ചോ. അവിടെ നടക്കുന്ന കുഴൽ വിളിയല്ല ഇവിടുത്തെ വലിയ അനാചാരം. വലിയ അനാചാരമാണ് ഇപ്പോൾ നടക്കുന്നത്. കണ്ടില്ലേ? അവിടെ പ്രാർത്ഥിക്കുക, ഇവിടുത്തെ എണ്ണ എടുത്ത് തടവുക, കാശ് കൊടുക്കുക, പെട്ടിയിൽ പണിടുക. ഉണ്ടോ? ചന്ദനത്തിരി കത്തിച്ചു വെക്കുക, ദുആ ചെയ്യുന്നു. പൈസ എടുക്കണം, മൂപ്പര് കൃത്യമായിട്ട് പെട്ടിയിലിടാണ്. ആനയും ചാടിക്കളിയൊക്കെയാണ്. സത്യക്കൊട, ആനക്കൊട.
ആന വരുന്നത് ആന അനാചാരമല്ല എന്നൊക്കെ പ്രത്യേകം കിട്ടോ മാസികയില്. ആന അനാചാരമല്ല. ഇതൊക്കെയാണ് ഇപ്പം മിനായിലും മക്കത്തൊക്കെ നടക്കണതേ. നോക്കണം. ആ മുട്ടിന്റെ ചെണ്ടെന്നും നടുകുടുങ്ങിയ ചെണ്ടയില്ല കേട്ടോ. നടുകുടുങ്ങിയ ചെണ്ട മാത്രം ഹറാമെന്ന് അവർ എഴുതിയത്. അത് നടുവിനൊരു കുടുക്കമല്ല കണ്ടോ. ആ ചെണ്ടക്ക് നടു കൊടുക്കണ്ടോ കണ്ടോ. ശരി വയലും പറയുന്നുണ്ട്. കുഞ്ഞുമക്കളെ ഇതിലേക്ക് ഒന്ന് കൈ നീട്ടിട്ട് പോകൂ. ലക്ഷം വേണം, 12 ലക്ഷം വേണം. കുഞ്ഞാങ്ങളുടെ പേപ്പറിന് ഇത് സർക്കസാണ്. ഇതൊക്കെ നടത്താനാണ്. അവറത്ത് നോക്കാഞ്ഞാൽ മതി എന്നുള്ളവർ പറഞ്ഞിട്ട് സർക്കസൊക്കെ കൊഴുപ്പ് കൂട്ടാൻ നടത്താനാണ്. കണ്ട ഒറ്റ ചണ്ടി നടു കുടുങ്ങിയതല്ല. മാലയിട്ട തങ്ങളുട്ടി കേട്ടില്ലേ? നീ ഒന്ന് ചോദിക്കട്ടെ സുഹൃത്തുക്കൾ, ഇതിപ്പോ നിങ്ങൾ കണ്ടല്ലോ. ഇതിലേറെ അപ്പുറം കഴിഞ്ഞ പ്രസംഗത്തിന്റെ അവസരത്തിൽ നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരുന്നു. അപ്പൊ മൂപ്പരെന്താ അതിന് പറഞ്ഞത്? മൂപ്പര് പറയാണ്, ഏതെങ്കിലും തോന്നിയാസങ്ങൾ കൊണ്ടുവന്നിട്ട് അത് സുന്നികളുടെ തലയിൽ കെട്ടിവെക്കണ്ട, ഞങ്ങൾ ഇതിനൊക്കെ പണ്ടേ എതിർക്കുന്നതാണ്, ഞങ്ങൾ ഈ ഹറാമായ മുട്ടും പാട്ടുമൊക്കെ പണ്ടേ എതിർക്കുന്നതാണ് എന്നിങ്ങനെ പറയുന്നില്ലേ? ആ നേർച്ച നടത്തുന്നത്, കൊണ്ടോട്ടി നേർച്ച നടത്തുന്നത് ഞാനാണോ കാന്തപുരം ഉസ്താദാണോ എന്നൊക്കെ മൂപ്പര് ചോദിക്കുകയാണ്. കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. ഇയാള് മറുപടി പറയണം. ഇയാള് ആണ്ട് നേർച്ചയെ സംബന്ധിച്ച് നിങ്ങൾ എഴുതിയ പുസ്തകങ്ങൾ പിൻവലിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മാസികയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ബടാ ബടാ മുസ്ലിയാക്കന്മാരുടെ ഫത്വ ഞാൻ വായിച്ചിട്ടുണ്ട്. തെന്നിന്ത്യയിലെ സർവ്വരൂപത്തിലുള്ള മദ്ഹബുകളെ സംബന്ധിച്ചും വിവരം തികഞ്ഞ തെന്നിന്ത്യൻ മുഫ്തി എന്നറിയപ്പെടുന്ന അഹമ്മദ് കോയ ശാലിയാത്തി കൊടുത്ത ഫത്വ ഞാൻ കേൾപ്പിച്ചിട്ടില്ലേ? നിങ്ങളുടെ സുന്നി വോയിസിൽ നിന്ന് ഞാൻ വായിച്ചിട്ടില്ലേ? എത്രയെത്ര പണ്ഡിതന്മാരാണ് ഈ മുട്ടും വിളിയൊന്നും ഹറാമല്ല എന്ന് പറഞ്ഞത്. നിങ്ങളിപ്പത് ഹറാമാക്കാൻ ആരാ? അവരെ കാണൊക്കെ വലിയ ആളാണോ? എന്നിട്ട് മൂപ്പര് ഞാനിതൊക്കെ കാണിച്ചപ്പോ മൂപ്പര് പറയാണെന്ത്, ഞാനിതൊക്കെ എതിർക്കുന്നയാളാണ്, ഞാനിതിനൊക്കെ അനുകൂലിക്കുന്നയാളല്ല. ആ രംഗം ഒന്ന് പെട്ടെന്ന് കണ്ടോളൂ. ഇതുപോലെ തന്നെ അതാ എന്റെ പ്രസംഗത്തിൽ ഞാൻ എവിടെയും പറയുന്ന ഒരു സംഗതിയാണ്, ഈ മക്ബറകളിൽ നടക്കുന്ന അനാചാരം, കുറെ വേണ്ടാത്ത മുട്ടും ഹറാമായ മുട്ടും പാട്ടും, അതുപോലെ തന്നെ കുറെ വാദ്യമേളങ്ങളും ഗാനമേളകളും നൃത്തങ്ങളും തോന്നിവാസങ്ങളും മക്ബറകളിൽ നടത്തുന്നതിനെ ഞാൻ എത്ര പ്രസംഗം നടത്തി. തിരൂരിൽ വെച്ച് പ്രസംഗിച്ച് അൽഹംദുലില്ലാ മാറ്റിച്ചു, പല സ്ഥലങ്ങളിലും മാറ്റിച്ചു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, അക്കൂട്ടത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ MA ഉസ്താദിന്റെ വളരെ കാലം മുമ്പുള്ള ഒരു ലേഖനം എടുത്ത് വായിച്ചു. അതിൽ പഴയ ഒരു ലേഖനമാണ്. അതിൽ അനാചാരത്തിന്, മഖബറയിലെ അനാചാരത്തിനെതിരാണ്. അവിടെ മസാർ എന്ന സ്ഥലത്ത് ഞാൻ മറ്റാരിന്ന് വായിച്ചു പോയി വലിയൊരു സബീൽ മുമിക്കാത്ത് പറഞ്ഞത്, വളരെ പഴയൊരു സാധനം, വായിക്കാൻ കിട്ടാത്തൊരു സാധനം. ആ സാധനം വായിക്കുമ്പോൾ എന്റെ മസാർ എന്നുള്ള സ്ഥലത്ത് മറ്റാരിന്ന് വായിച്ചു പോയത് വലിയൊരു തെറ്റായി പോയി പോയി. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഇത്രയും കൂടുതൽ ഖബറിന്റെ അടുക്കൽ മഖബറകളിൽ, അജ്മീറിലും നാഹൂറിലും അതുപോലെ അതേ ഇബ്രാഹിം ബാദുഷ തങ്ങളുടെ ഏർവാടിയിലും പല സ്ഥലങ്ങളിലും നൂറുകണക്കിന് അനാചാരം നടക്കുന്നുണ്ട്. പലരും പോയി സുജൂദ് ചെയ്യുന്നുണ്ട്, പലരും തോന്നിവാസം ചെയ്യുന്നുണ്ട്. അതിനെതിരെ ശക്തിയായി പ്രസംഗിക്കുന്ന എന്നെ ഗണ്ണിക്കാൻ വന്ന മൗലവി ഇവിടെ ചെയ്ത തോന്നിവാസമാണ് ഞാൻ പറയുന്നത്. കുറെ മഖബറകളിൽ നടക്കുന്ന ശറഇൽ പറ്റാത്ത അനാചാരങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ CD കാണിച്ചിട്ട് പറയും ഇതാണ് സുന്നികൾ ഏർപ്പാടെന്ന് പറയുന്നു. ഓ മൗലവി, പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? പാവപ്പെട്ട ഞാനത് ചെയ്യാറുണ്ടോ? കാന്തപുരം ഉസ്താദ് സംഘടിപ്പിക്കാറുണ്ടോ? നിങ്ങൾ രണ്ടാളും മാത്ര സുന്നി, ഇവരാപ്പെടുത്ത സുന്നി. നിങ്ങളുടെ തലതൊട്ടൊപ്പം മുസ്ലിയാക്കൾ എഴുതി വെച്ചതായി കേൾപ്പിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ എതിർത്താൽ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയെന്ന് കേട്ടോ.
നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണ് തീരുമാനിച്ചത് കേട്ടോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1951 പ്രശസ്ത പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ എടുത്ത മേൽ തീരുമാനത്തെ അവഗണിച്ചുകൊണ്ട് വല്ല പടുമൂടൻ കുട്ടികളും ഒരഭിപ്രായം പറഞ്ഞാൽ അത് സുന്നി മുസ്ലിങ്ങൾക്ക് ബാധകമല്ല. ആ തീരുമാനത്തെ അവഗണിച്ചോ അതിക്രമിച്ചോ അഭിപ്രായം പറയുന്നവൻ യഥാർത്ഥ സുന്നിയല്ലെന്ന് മാത്രമല്ല സമസ്തയുടെ ശത്രുവും വഹാബി ചാരനുമാണെന്നതിൽ സംശയിക്കേണ്ടതില്ലെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് അടിവരയിട്ടുകൊണ്ട് ഇവിടെ പ്രസ്താവിച്ചു കൊള്ളുന്നു. ആരാണി പറഞ്ഞതെന്നോ? നിങ്ങളുടെ മുത്തപ്പന്മാരായ മുസ്ലിയാക്കന്മാര് പറയുന്നു ഞങ്ങളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. എന്താണ് ആ തീരുമാനമെന്നോ? ചെണ്ടമുട്ട് ഹറാമല്ല, കുഴൽവിളി ഹറാമല്ല, അതേപോലെ തന്നെയുള്ള കുറെ സംഗതികൾ പറഞ്ഞിട്ട് അതൊന്നും ഹറാമല്ല എന്ന്, അതൊക്കെ അനുവദിക്കപ്പെട്ട സംഗതിയാണെന്ന് ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട് കേട്ടോ. ആ തീരുമാനത്തെ എതിർക്കാൻ വന്നവൻ വല്ല പടുമൂടൻ കുട്ടികളുമുണ്ടെങ്കിൽ അവര് വഹാബിച്ചാരനാണ് കേട്ടോ, അവര് സമസ്തയുടെ ശത്രുവാണ് കേട്ടോ. നിങ്ങൾക്ക് സമസ്തയുടെ സ്ഥാനം, സമസ്തയിലെ നിങ്ങൾക്കുള്ള സ്ഥാനം എവിടെയാണെന്ന് ഞാനല്ല പറഞ്ഞത്, നിങ്ങളുടെ നേതാക്കന്മാരാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ? അടുത്ത പ്രസംഗത്തിൽ മറുപടി ഉണ്ടെങ്കിൽ പറയണം. ആരൊക്കെയാണ് ഈ കുട്ടും വിളിയും അനുവദനീയമാണെന്ന് പറഞ്ഞത്? കേട്ടോളൂ. സമസ്തയുടെ മുൻകാല പ്രസിഡന്റ് അബ്ദുൽ ബാരി അവറുകൾ, പെരുമ്പടപ്പ് കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ ഉസ്താദായ റംലി തങ്ങൾ, ആമയൂര് ഉസ്താദ്, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പിതാവ് ഇബ്രാഹിം മഖ്ദൂം തങ്ങൾ, ഖുത്ബുസ്സമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങൾ, തെന്നിന്ത്യ മുഫ്തി എന്ന ഉന്നത സ്ഥാനം അലങ്കരിച്ച മർഹൂം അബു സാദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് ഗോയശാരിയാത്തി തുടങ്ങിയ പണ്ഡിത സാദാത്തുക്കളും, റാഫിഈ ഇമാം, നവവി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി, ബുജൈരിമി, റംലി തങ്ങള്, ഇമാം ഗസാലി, ഇമാം റാബി, ഇമാം ബുൽഖൈനി, ജാജുർമി, ഇബ്നു ഫൽഖഹ്, ഇബ്നു അബ്ദുസ്സലാം, ഇബ്നു അബ്ദു ഖീഖുൽ ഹീദ്. ഇതിലുള്ള തെറ്റുകളെന്ന് ഞാൻ വായിക്കാം കേട്ടോ. ബദർ ഇബ്നു ജമാ, അല്ലാമ ഖൽയൂബി, അല്ലാമ ശൈഖ് മുഹമ്മദുൽ ഖലീഫ, ശൈഖ് മുഹമ്മദ് മുഹ്താരിൽ ജാവി തുടങ്ങിയ ഇമാമീങ്ങളും മുട്ടും വിളിയെ സംബന്ധിച്ചും മുട്ടും വിളി നേർച്ചയെ സംബന്ധിച്ചും എന്ത് പറയുന്നു എന്ന് കാണുക, അത് മാത്രം നാം അംഗീകരിക്കുക. ഇതിനെതിരിൽ ന്യായീകരിച്ച് ഏതെങ്കിലും സുന്നി കോലങ്ങൾ എന്ത് തെളിവ് നിരത്തിയാലും നമുക്കൊരിക്കലും അതെടുക്കേണ്ടതില്ല. ഇക്കൂട്ടർ നിരത്തുന്ന എല്ലാ തെളിവുകളും ഇപ്പറയപ്പെട്ട പണ്ഡിതന്മാരും ഇമാമീങ്ങളുമായ മശായിഖന്മാര് മുഖേന കിട്ടിയതാണല്ലോ. അതല്ലാതെ റസൂലിന്റെ അടുക്കൽ നിന്ന് നേരിട്ട് പഠിച്ചു വന്നവരല്ല എന്ന് നമുക്ക് സമാധാനിക്കാം. ആരൊക്കെ ഇപ്പൊ അംഗീകരിച്ച്? ഇനിയും തീർന്നോ സുഹൃത്തുക്കളെ? മമ്പുറത്തെ തങ്ങൾ എന്താ പറഞ്ഞത്? മമ്പുറം തങ്ങളുടെ കൊടി കിട്ടണമെങ്കിൽ പോലും എന്താ നിയമം? നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ? ഞാൻ വായിക്കുന്നത് സിറാജിൽ നിന്നല്ലേ. എന്താ അതിൽ പറയുന്നത്? മമ്പുറത്ത് നിന്ന് കൊടി കൊണ്ടുപോകാൻ വരുന്നവർ മുട്ടും വിളിയോടും കൂടി വരണമെന്നത് ഇവിടുത്തെ നിയമമാണ്. ആ നിയമം ലംഘിച്ച് വരുന്നവർക്ക് കൊടി കൊടുക്കുകയില്ല. അത് ഇപ്പോഴത്തെ തീരുമാനമായിരിക്കും, തങ്ങളതിന് ഉത്തരവാദിയല്ല എന്നാണോ നിങ്ങളുടെ വാദം? എന്നാ പിടിച്ചു പോക്കറ്റിലിട്ടോ അടുത്ത വരി. തങ്ങളുടെ കാലത്തും ഈ നിയമം കർശനമായിരുന്നു അത്രേ. തങ്ങളുള്ള കാലത്ത് തന്നെയാണ് പരിപാടി. അപ്പോ ആരൊക്കെയാണ് അംഗീകരിച്ച്? മമ്പുറത്തെ തങ്ങൾക്ക് മുട്ടും വിളി അനുവദനീയമാണ്. സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉപ്പയായ ഇബ്രാഹിം മഖ്ദൂമിന്റെ പാട്ട് ഞാൻ അന്ന് കൽപ്പിച്ചില്ലേ? തടുങ്ങി തല രണ്ടും വിരുന്തുള്ള കൂപത്തിൻ ഹറാമുന്നതല്ലാതുള്ള മുട്ടും വബാറുത്തി ഹലാലുന്നലാ തിട്ടം ലികുല്ലി മഹല്ലലിൻ കചണ്ടാവറുഷും ഒറ്റ ആലാത്തി വർബത്തി. ഞാൻ ഇനി പാടി വിശദീകരിക്കുന്നു, കുറെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊക്കെ നിങ്ങൾ പറയും മൗലവി ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്ന ബുക്കല്ല. മൂപ്പര് വായിച്ചില്ലേ? ഞാനോ കാന്തപുര ഉസ്താദാവണം. നിങ്ങളെ കാന്തപുര ഉസ്താദ് ഒപ്പിട്ട പുസ്തകത്തിൽ ഞാൻ വായിച്ചില്ലേ? കാന്തപുര ഉസ്താദ് അവതാരികയുടെ പുസ്തകത്തിൽ വായിച്ചില്ലേ? കാന്തപുര ഉസ്താദ് അവതാരികയുടെ ബുക്കിലാണ് ചെണ്ടാമുട്ട് ഒക്കെ. നിങ്ങളെ ശാലിയാത്തിനെ തള്ളുവോ? ശാലിയാത്തിയെ തള്ളുവോ? അടുത്ത പ്രസംഗത്തിൽ പറയണം.
ശാലിയാത്തിയെ നിങ്ങൾ തള്ളുമോ? അടുത്ത പ്രസംഗത്തിൽ പറയണം. മമ്പുറത്തെ തങ്ങളെ തള്ളുമോ? അടുത്ത പ്രസംഗത്തിൽ പറയണം. അവരൊക്കെ നിങ്ങളിപ്പോ ഈ ഹറാമാന്ന് പറയുന്ന മുട്ടുംവിളി അനുവദിച്ചവരാണ്. നിഷേധിക്കുമോ നിങ്ങൾ? നിങ്ങളുടെ ഏത് പ്രസിദ്ധീകരണങ്ങളിലും ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് കേട്ടോ. അത് തെളിയിക്കാൻ തയ്യാറായിട്ടാ വന്നിട്ടുള്ളത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങളുടേതല്ലാതെ നിങ്ങൾ പറഞ്ഞൊഴിഞ്ഞു മാറുകയാണോ? സുന്നി വോയിസിൽ തന്നെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കേണ്ടതില്ലല്ലോ. ചെണ്ടമുട്ടിനെ സംബന്ധിച്ചും കുഴൽവിളിയെ സംബന്ധിച്ചുമൊക്കെ കൃത്യമായി എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ സുന്നി വോയിസിൽ ഇതൊക്കെ ഹലാലാണെന്ന് എഴുതിയിട്ടുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് ഒരുക്കമുണ്ടോ? അപ്പൊ നിങ്ങൾ സുന്നിയാണോ? നിങ്ങൾ സമസ്തക്കാരനാണോ? നിങ്ങൾ നേർച്ചയിലെ അനാചാരങ്ങളെ സംബന്ധിച്ച് അതിൽ എല്ലാ കാര്യങ്ങളും പറയുന്ന കൂട്ടത്തിൽ തുടി ഒഴിച്ചുള്ള ചെണ്ടകൾ, ദഫ്, കൊടി, ശീരണിക്കൊട്ട, ആന, സത്യക്കുട എന്നിവ അനാചാരങ്ങളല്ല. ആനയൊന്നും അനാചാരമല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, കൃത്യമായി തന്നെ ഇവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ തന്നെ രേഖപ്പെടുത്തിയ ഒരു സംഗതിയാണ് ഈ പറഞ്ഞത്. എന്നിട്ട് എങ്ങനെയായിരുന്നു നിഷേധിക്കുന്നത്? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിഷേധിക്ക്. ഞങ്ങൾ വായിച്ചത് ഏതെങ്കിലും പുസ്തകത്തിനല്ല. AP അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതിയ ബുക്കാന്ന് പറഞ്ഞപ്പോ കഴിഞ്ഞ പ്രസംഗത്തിൽ മൂപ്പര് പറഞ്ഞ എന്താ അറിയോ? അത് എത്ര AP ഉണ്ടാവും? വേറെ AP അബൂബക്കർ മുസ്ലിയാരാവുന്നു. ആഹാ, വേറെ AP അബൂബക്കർ മുസ്ലിയാർ ഉണ്ടാവില്ലേ എന്നാ പറഞ്ഞു. അപ്പൊ നമ്മൾ പിന്നെയാണ് സ്ഥാപിച്ചു മൂപ്പരന്നെയാണ്. അപ്പൊ മിണ്ടണില്ല. അപ്പൊ പറയാ ഞങ്ങൾ ഇതൊക്കെ എതിർക്കുന്നു. ഞങ്ങൾ ആ ബുക്കാണ്ട് വിട്ടേക്ക്, ഇടേണ്ട കാര്യമില്ല. കൃത്യമായി ഞങ്ങൾ അത് തെളിയിക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾ അംഗീകരിക്കുന്ന മാത്തോട്ടം തന്നെ എഴുതിയിട്ടുണ്ട്. ഇയാൾ അംഗീകരിച്ചതുമാണ്. മാത്തോട്ടത്തെ തള്ളുമോ? ഞാൻ ചോദിച്ചിരുന്നു. മാത്തോട്ടം മുഹമ്മദ് കോയയെ നിങ്ങൾ തള്ളുമോ? അദ്ദേഹം മരിച്ചിട്ട് അടുത്ത കാലമല്ലേ ആയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ മദ്ഹ് മരിച്ചപ്പോൾ നിങ്ങൾ സിറാജിൽ എഴുതിയിട്ടില്ലേ? നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങൾ എഴുതിയിട്ടില്ലേ? മാത്രമല്ല നിങ്ങളുടെ സുന്നി വോയിസിൽ തന്നെ ഇല്ലേ? അതൊക്കെ നിഷേധിച്ചിട്ട് കണ്ടില്ലാന്നടിച്ചിട്ട് ഇവിടെ വന്നിട്ട് പറയാൻ മൗലവിമാർ ഇവിടെ കൊടുത്തിട്ട് കുറെ സീനുകൾ കാണിക്കാണ്. അതൊന്നും ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ പണ്ടേ എതിർക്കണതാണ്. ഞാൻ അവിടെ പോയി എതിർത്തു, ഇവിടെ പോയി എതിർത്തു എന്നൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് പറയും. കൃത്യമായിട്ട് പറയാ, സുന്നി വോയിസ് ഞങ്ങൾ തള്ളുന്നു, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. മമ്പർത്ത തങ്ങൾ പറഞ്ഞത് ശരിയല്ല. അഹമ്മദ് കോയ ശിഹാബുദ്ദീൻ ശാലിയാത്തി പറഞ്ഞത് ശരിയല്ല. ഒന്നിങ്ങോട്ട് തുറന്നു പറ. അടുത്ത പ്രസംഗത്തിൽ നിങ്ങളത് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം എന്നാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത്. എരി സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടോ? നേരത്തെ നിങ്ങൾ പറഞ്ഞില്ലേ എന്ത്? നേരത്തെ നിങ്ങൾ കേട്ടില്ലേ എന്ത്? വായിച്ചപ്പോ മൂപ്പർ എന്താ പറഞ്ഞറിയോ? ഞാൻ പഴയ ഒരു ബുക്ക് വായിച്ചപ്പോ അത് മസാർ എന്നുള്ളത് വായിക്കേണ്ടതിന് മറ്റാരി എന്ന് വായിച്ചു പോയി. അതാ എന്റെ പേരിൽ വലിയ സബുൽ മുബിക്കായിട്ട് പറഞ്ഞത്. മൂപ്പരെടുത്ത് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ സില്ലിയായിട്ടാണ് വിടും. മൂപ്പര് വായിച്ചതിൽ എന്തെങ്കിലും തെറ്റുപറ്റിയാൽ ഒരു പ്രശ്നമില്ല. അത് പഴയ ഒരു ബുക്ക് വായിച്ചപ്പോ മസാർ എന്നുള്ളത് മറ്റാറായി പോയി എന്നാണ്. അതും കളവാ. മറ്റാരി എന്നല്ല നിങ്ങൾ വായിച്ചത്, മറ്റു ടാറുകളിലും എന്നാ വായിച്ചത്. എന്തിനാ അംഗത്തിനോട് പറഞ്ഞൂടെ? കേട്ടോളി ആ ഭാഗം. മറ്റു ടാറുകളിലും കേട്ടോ എന്താ പറഞ്ഞത്? ഇതിപ്പോ എന്തിനാ കേൾപ്പിച്ചതെന്നറിയോ? മുമ്പൊക്കെ നിങ്ങൾ കേട്ടതാ, നമ്മളാരും ഇതുമ്മ പിടിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴും മൂപ്പര് പറയണത്, ഞാൻ ശരീഅത്ത് കോളേജിലെ പ്രിൻസിപ്പാളാണ്. ലോകത്തുള്ള സർവ്വമുജാഹിദിനേക്കാളും എനിക്ക് വിവരമുണ്ട്. ഇപ്പോഴും പറയുന്നേണ്. മൂപ്പരടുത്ത് എത്രയോ അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അബദ്ധങ്ങൾ എല്ലാവരടുത്തും സംഭവിക്കും. മനുഷ്യന്മാരാണ്, ആരും പിടിക്കലില്ല. ഇവിടെ അത് പിടിക്കൽ തുടങ്ങിയത് മൂപ്പരാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇട്ടു കൊടുത്തപ്പോ അത് വായിക്കുമ്പോൾ ഒരു പഴയ ബുക്ക് വായിച്ചപ്പോ ആ പഴയ ബുക്ക് നല്ല മുസ്ലിയാരെ നിങ്ങൾ മേലെയും താഴേക്ക് 5-6 വരി വായിച്ചത്. അപ്പൊ ബുക്കിന് പഴക്കല്ലേ? അതേ ബുക്കിന്നാണ് മേലൊന്നും താഴൊന്നും ഈ ചുറ്റാര് വായിക്കുന്നതിന്റെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും കുറെ വരി മൂപ്പര് വായിച്ചു. അപ്പോഴൊന്നും ബുക്കിന് പഴക്കല്ല. അതൊക്കെ ഇപ്പൊ ഇങ്ങോട്ട് പ്രിന്റ് ചെയ്ത ബുക്കായിരുന്നു. അവിടേക്ക് എത്തിയപ്പോ മൂപ്പർക്ക് അത് പഴയ ഒരു ബുക്കായി. അങ്ങനെ അതെന്തായി? മറ്റാര് എന്ന് വായിച്ചു പോയില്ലേ? അതിനിപ്പോ എത്ര സബൂൽ മുബിക്കാത്താക്കാണ്ടോ? നമ്മളെ പേരിൽ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞത്? യബ്ഖീന്ന് വായിച്ചു പോയി, യബ്ഖാന്ന് വായിക്കേണ്ടതിന് പകരം എന്താ മൗലവി പഠിക്കണ്ടേന്നൊക്കെ ചോദിച്ചത്. എന്താ ഒട്ടും പഠിക്കാതെ ഒരു ചുക്കും പഠിക്കാതെ എന്നൊക്കെയല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളിപ്പോ മുളക് പഠിച്ചിട്ട് അത് വായിച്ചത് എന്താ? ഇനി തീർന്നോ? മൂപ്പര് പറയണത്, ഞാൻ ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. എനിക്ക് ആ കലക്റ്റിൽ എനിക്ക് ഇംഗ്ലീഷിനെ പറ്റി, ഞാൻ ഇംഗ്ലീഷ് കോളേജിന്റെ പ്രിൻസിപ്പാളല്ല, മലയാളം മീഡിയത്തിന്റെ പ്രിൻസിപ്പാളല്ല, ഞാൻ അറബി പഠിപ്പിക്കുന്ന ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ്. ആ കുറ്റം പറയുന്നതെന്ന് കേട്ടോളൂ. ഞാൻ അറബിയാ പഠിച്ചത്. ഞാൻ അതുകൊണ്ടല്ലേ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ പ്രിൻസിപ്പാളായിട്ട് ഞാൻ നിന്നിട്ടില്ലല്ലോ. ഞാൻ മലയാളം പഠിപ്പിക്കുന്ന കോളേജിൽ പ്രിൻസിപ്പാളായില്ലല്ലോ. ഞാൻ കുറ്റ്യാടിയിൽ ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണ്.
ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാള്, അല്ലാഹു അക്ബർ, ശരീഅത്ത് കോളേജിന്റെ പ്രിൻസിപ്പാളാണെന്നുണ്ട്. എന്നാ പിന്നെ അറബി വായിക്കാൻ അറിയണ്ടേ? അതല്ലേ മറ്റിട്ടാര് വായിച്ചത്? പിന്നെ മാത്രല്ല മൂപ്പര് ഇവിടെ എണ്ണം വായിച്ചിരുന്നു. എണ്ണം വായിച്ചു, ഒരു അറബി പത്രത്തിൽ നിന്ന് എണ്ണം വായിച്ചപ്പോ മൂപ്പർക്ക് ആ വായന തെറ്റിയിട്ടുണ്ട്. ആ വായന തെറ്റിയപ്പോ നമ്മളത് പറയും ചെയ്തിട്ടില്ല, നിങ്ങൾ ആ വായിച്ചത് ശരിയായിട്ടില്ല. അപ്പൊ മൂപ്പര് എന്താ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞു, എനിക്ക് എണ്ണം അറിയില്ല എന്നാ മൂപ്പര് പറഞ്ഞു. ഞാനത് പറഞ്ഞില്ല, നിങ്ങൾക്ക് എണ്ണം അറിയൂലെന്ന് ഞാൻ പറഞ്ഞില്ല. അക്കങ്ങളെ അറബിയിൽ വായിക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിട്ടില്ല, അവിടെ നിങ്ങൾക്ക് അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. അത് മൂപ്പര് എനിക്ക് എണ്ണം അറിയില്ല എന്ന് മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കള്ളവും തട്ടിപ്പും നടത്താൻ നോക്കുകയാണ്. എന്തിനാ മുസ്ലിയാരെ, നമുക്ക് സത്യം മാത്രം പറഞ്ഞു മുന്നോട്ട് പോയിക്കൂടെ? എന്തിനാ ഈ കളവ് പറയുന്നത്? അപ്പൊ എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ തന്നെ കഴിഞ്ഞ പ്രസംഗത്തിൽ കേട്ടതാണ്. പിന്നെ മൂപ്പര് എന്താ പറഞ്ഞതെന്നറിയോ, വിളക്ക് കത്തിക്കാൻ ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നാണ്. മക്കത്തും മദീനത്തും വിളക്കുകൾ കത്തിക്കലുണ്ടോ? അവിടെ ജാറത്തിലെ വിളക്ക് കൊളുത്തലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഇവിടെ കാണുന്നത് പോലെയുള്ള വിളക്ക് കൊളുത്തല്ല അവിടെ ജാറങ്ങളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിലോ അതേപോലെ തന്നെ ബഖീയിലോ ഒക്കെ ഒരുപാട് ഖബറുകളില്ലേ? അതേപോലെ മദീനത്ത് ഖബറുകളുണ്ട്, മക്കയിലും ഖബറുകളുണ്ട്. അവിടെയൊക്കെ ഇവിടെ കാണുന്നത് പോലെ ഇങ്ങനെ ഈ വിളക്ക് കൊളുത്തുന്ന സമ്പ്രദായമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മൂപ്പരെന്താ പറഞ്ഞതെന്നറിയോ, അവിടെ പിന്നെ അവിടെ ഉദ്യോഗസ്ഥന്മാരെന്നുണ്ട് വിളക്ക് എത്തിക്കാന്നാ. ലൈറ്റ് ഇടാൻ ഉദ്യോഗസ്ഥന്മാരില്ലേ പള്ളിയിൽ? എല്ലാ പള്ളിയിലും ഇല്ലേ? എവിടെയില്ലേ? ചോദിച്ചത് എന്താണ്? മൂപ്പർക്ക് തിരിയാഞ്ഞിട്ടാണോ? മൂപ്പര് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കാരണം എന്റെ മുമ്പിലുള്ള കൗമ് ഞാൻ എന്തു പറഞ്ഞാലും ഉൾക്കൊള്ളാൻ മാത്രം മരമണ്ടന്മാരാണ് മൂപ്പര് ധരിച്ചത്. പക്ഷെ അത് ശരിയല്ല, ആളുകൾ ഉത്ബുദ്ധരാണ്. അതുകൊണ്ടാണ് ഈ ആളുകൾ ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് കാര്യം മനസ്സിലാക്കി സത്യത്തിന്റെ പാതയിലേക്ക് പെട്ടെന്ന് നീങ്ങുന്നത്. ഈ ബോധം അവർക്കുള്ളത് കൊണ്ടാണ്. മൂപ്പര് വിചാരിച്ച പോലെ അല്ല ഇപ്പോൾ ഓഡിയൻസ് എന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ചോദിച്ചത് എന്താണ്, ഈ ലൈറ്റൊക്കെ ഉണ്ടായിട്ടും ഇവിടെ നിങ്ങൾ പുത്തമ്പള്ളിയിലും അമ്പുറത്തൊക്കെ ഈ ലൈറ്റൊക്കെ ഉണ്ടായിട്ടും എന്തിനാ ഒരു കുത്തുവിളക്കിൽ എണ്ണ ഒഴിച്ച് എണ്ണത്തിരി കത്തിക്കുന്നത്? ആ കത്തിക്കൽ അവിടെ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് മറുപടി പറയാൻ മൂപ്പർക്ക് ആവൂല, അവിടെ ആ സമ്പ്രദായം ഇല്ല. അപ്പൊ പെട്ടെന്ന് ചാടിയിട്ട് എന്ത് പറഞ്ഞു, പിന്നെ അവിടെയൊക്കെ ഇരുട്ടത്താ മൗലവി ഇരിക്കാറുള്ളത്, അവിടെ ലൈറ്റ് ഇടാൻ ഉദ്യോഗസ്ഥന്മാരുണ്ട് വിളക്കെത്തിക്കാൻ. എന്താ നോക്കണം നിങ്ങൾ കളവി? ഒക്കെ നിങ്ങൾ കഴിഞ്ഞ പ്രസംഗത്തിൽ കേട്ടതാ. അതങ്ങോട്ട് പറഞ്ഞ് മിണ്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇനി നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇതിനൊന്നും മൂപ്പര് മറുപടി പറയുന്നില്ല. ഈ പറഞ്ഞ വസ്തുതകൾക്കൊന്നും മറുപടി പറയാനാകാതെ മൂപ്പര് പിന്നെ അവസാനം നടക്കുന്നത് എന്തും കൊണ്ടാണെന്നറിയാമോ? ഇതിനൊന്നും മറുപടി പറയാനാവില്ല എന്ന് കണ്ടേക്ക് ഇനി എന്താ രക്ഷ? കുറ്റ്യാടിയിലെ ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രത്തിന്റെ കറാമത്ത് പോയിട്ട് ഇങ്ങനെ നടക്കുക. ആ ബുക്ക് പഠിപ്പിച്ച് അവിടെ ഗർഭമുണ്ടായി, ഇവിടെ കുട്ടി ഉണ്ടായി, അവിടെ കിഡ്നി മാറ്റി വെച്ചു, ഇവിടെ രോഗം ശരിയായി, ഇവിടെ എല്ലാം മാറി എന്നൊക്കെ പറഞ്ഞ അവസാനം മൂപ്പര് ഒരു നാടകം തട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഒരു സ്വർണ്ണച്ചെയിന് കൈമാറല്. എന്താ, കുട്ടിയില്ലാത്ത ഒരാൾക്ക് കുട്ടി ഉണ്ടായി. അപ്പൊ മൂപ്പര് അയാൾ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ്, മൂപ്പരെടുത്ത് വരികയാണ്. അപ്പൊ മൂപ്പര് ക്യാമറയും കൊണ്ട് നിൽക്കണം. നേരത്തെ തന്നെ മൂപ്പര് വരുന്നുണ്ട് കേട്ടോ, ചെയിനും കൊണ്ടേ. അങ്ങനെ ചെയിനും കൊണ്ട് വന്ന മൂപ്പര് ആ ചെയിനൊന്നും ഇങ്ങനെ കൊട്ടി നോക്കിയിട്ട്, ഇത് എത്രയാ? അത് ശരി. ഇതെന്ത് വകയില? സ്വർണ്ണ ചെയിനാ? എത്ര പവനാ? എത്ര പവൻ? എന്ത് വകയില? മൂപ്പര് പാതി ഇങ്ങനെ ചോദിച്ചറിയാണ്. ഇതെന്തിനാ? ഇത് ക്യാമറന്റെ മുമ്പിൽ ഒരു കളിയാണ്. അപ്പൊ എന്തായി, കുട്ടികളില്ലാത്തവർക്ക് കുട്ടി ഉണ്ടായി, പുതിയാപ്പിളാരില്ലാത്തവർക്ക് പുതിയാപ്പിളിനെ കിട്ടി, ആവശ്യങ്ങളൊക്കെ മാറി. അപ്പൊ എന്തായി, അപ്പൊ ഉടനെ സ്വർണ്ണച്ചെയിന്. അങ്ങനെ സിറാജുല്ലുദക്ക് നമ്മളെ കറാമത്ത് കേന്ദ്രത്തിന് അള്ളാഹു തന്ന ഫضലാണത്, വേറെ ആർക്കും ഇല്ലാത്തൊരു ഫضലാണത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരിങ്ങനെ അക്കറാമത്ത് പറഞ്ഞിട്ട് നിൽക്കുക. ഒരു സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സംഗതിയിലേക്കോ ആരെങ്കിലും ഒരു നേർച്ച കൊടുത്തിട്ട് ഓലെ കാര്യം നേടി എന്നുള്ളത് ആ സംഗതി ശരിയാണെന്നുള്ള തെളിവാണോ? പേരോടെ തെളിവാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലിട്ട് കരിക്കാനുള്ള വകയിലേക്ക് എണ്ണയും വിറകും നേർച്ചയാക്കിയില്ലേ അന്നാട്ടിലെ ആളുകൾ? അവരുടെയും കാര്യം സാധിച്ചു എന്ന് നിങ്ങൾ തന്നെ അംഗീകരിക്കാറില്ലേ? അല്ലേ? അവിടേക്ക് നേർച്ചയാക്കി ഇബ്രാഹിം നബിനെ കരിക്കാനുള്ള തീയിൽക്കാണ് പെണ്ണുങ്ങളെ വക, എന്റെ വക 10 ലിറ്റർ എണ്ണ, എന്റെ വക 2 കിലോ വിറക് നേർച്ചയാക്കി. ഒരിക്കൊക്കെ ഒരു ആഗ്രഹം നേടിയിട്ടുണ്ട് അല്ലേ? അങ്ങനെ ആർക്കൊക്കെ എന്തൊക്കെ നേടി. ഇയാൾ തന്നെ നിഷേധിച്ച സ്ഥലല്ലേ മൊനമ്പത്ത്? മൊനമ്പത്തെ ജാറവും ഞങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല എന്ന് മൂപ്പര് പറഞ്ഞിട്ടില്ലേ? അങ്ങനത്തെ മൊനമ്പം ജാറത്തിൽ എത്ര കറാമത്തുണ്ട്? ഇയാൾ കറാമത്തില്ല എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ മൊനമ്പം. ആ മൊനമ്പത്തെ പറ്റി മൂപ്പരെന്നെ പറയണേ, ഞങ്ങൾക്ക് അതിന് ബന്ധമുണ്ടോ? ഇല്ല. കേട്ടോളൂ ആ പറയുന്ന ഭാഗം. എന്നാ ഈ മുനമ്പത്തെ ജാറവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. എന്നാ ഈ മുനമ്പത്തെ ജാറവും നമ്മളും തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല. ഇല്ലാന്നാ പറയണത്. ഈ അടുത്തും കൂടി മുസ്ലിയാക്കന്മാർ AP വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ലേ മൊനമ്പത്ത് ആഘോഷത്തിന് പോണത്? ഇതാ നിങ്ങൾ കേട്ടോ, ഇത് മുമ്പത്തെ ഒരു സിറാജാണ്. അതിൽ നിന്ന് വായിക്കട്ടെ. പുതുവന്നാനി മൊനമ്പത്ത് ബീവിയുടെ ജാറത്തിൽ 20ാമത് ആണ്ട് നേർച്ച. ആരാ നേതൃത്വം? ബഹു സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ കടലുണ്ടി, ബഹു ശൈഖുന UP മുഹമ്മദ് മുസ്ലിയാർ മാത്തൂര്
NB ജാറത്തിലേക്കുള്ള നേർച്ചാ സംഭാവനകൾ പിരിക്കാനോ പെട്ടികൾ വെച്ച് എടുക്കാനോ കമ്മിറ്റി എവിടെയും ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല. സംഭാവനകളും നേർച്ചകളും പ്രസിഡന്റിന്റെയോ സെക്രട്ടറിയുടെയോ പേരിൽ നേരിട്ടയക്കുക. കൃത്രിമം കാണിച്ചാൽ ബീവി അതിന് ഉത്തരവാദി അല്ല എന്ന് ചുരുക്കം. കണ്ടോ? അപ്പൊ ഇത് ആരതാ? ഇല്ല എന്നാണ് പറഞ്ഞാൽ കലീൽ ബുഖാരിയില്ലേ, കലീൽ കുൽ ബുഖാരിയില്ലേ, കണ്ടിട്ടില്ലേ? പത്രക്കാര് പിന്നെ TV-യിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സ്വാലത്ത് വാർഷികം നടത്തണേ. മൂപ്പരായി നേതൃത്വം കൊടുത്തത് ഇത് നിഷേധിക്കാൻ കഴിയോ? അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെ അങ്ങനത്തെ ഈ ഒരു കറാമത്തും ഇല്ലെന്ന് പറഞ്ഞ മൊനമ്പത്തെ നേർച്ചപ്പാട്ടിൽ എന്തൊക്കെ കറാമത്തുണ്ടായി, എന്തൊക്കെ കറാമത്തുണ്ടായി കേട്ടോളിൻ. ആരംഭ ബീവി ഹദറത്തിൽ വന്ന് കൊണ്ടവർ ഓതുന്നു സങ്കടത്തിൽ, എൻ മോളെ ആരംഭ കല്യാണം ഒന്ന് കാണുവാൻ ആശ മനസ്സിനുള്ളിൽ, ആഗ്രഹമുണ്ടെൻ്റെ പൊൻബീവി അത് നിറവേറ്റി തായോ എൻ ബീവി, ഏറെയും നാളായി എൻ മകളെ പൊന്മംഗളം കഴിഞ്ഞൊന്ന് കണ്ടിടുവാൻ. മുൻപത്തെ ജാറത്ത് പോയിട്ടുള്ള പ്രാർത്ഥനയാണ്. നിങ്ങൾക്കൊരു സ്വർണ്ണ ചെയിനല്ലേ കിട്ടിയുള്ളൂ, എത്രനാ കിട്ടി നീ പാട്ട് തീരുമ്പോ മനസ്സിലാവും നിങ്ങൾക്ക് കേട്ടോ. ശരിക്കും പഠിച്ചു വെച്ചോ. എന്താ? പണ്ടം മുതലും അതേറെയുണ്ട്, പിന്നെ പഠനത്തിൽ കോഴ്സ് പൂർത്തിയുണ്ട്, പാവൻ സ്വർണം ജാറത്തിൽ തന്നിടാം, എൻ്റെ പൂമോളെ മംഗളം കഴിഞ്ഞിടാൻ, ചെയ്യുന്നു പ്രാർത്ഥന ബീവിയിൽ അവർക്കേറ്റവും സന്തോഷത്താലെയും, മാസങ്ങൾ ദിവസങ്ങൾ കഴിഞ്ഞല്ലോ നല്ല സുന്ദര മണവാളൻ വന്നല്ലോ. നേർച്ചയാണ് നേർന്നപ്പോഴേ കഥാ, സ്വർണ്ണച്ചെയിന് തരാന്ന് പറഞ്ഞപ്പോഴേ കഥാ, പെട്ടെന്ന് പുതിയാപ്പള വന്നു. പുതിയാപ്പള വന്നൂന്നോ? തീർന്നില്ല. സന്തോഷം പൂണ്ടവർ പോകുന്നേ, ബീവി മുനമ്പത്തെ ദർഗയിലെത്തുന്നേ, ഏറ്റുള്ള പാവൻ സ്വർണം നൽകുന്നേ, ഏറെ പൂമോളെ കൈച്ചെയിനും നൽകുന്നേ. ഏറ്റ സ്വർണം മാത്രല്ലേ നിങ്ങൾക്ക് കിട്ടിയത് അല്ലേ? ഇയാളതല്ല, ഏറ്റ സ്വർണത്തിന്റെ പുറമെ ഏറെ പൂമോളെ കൈച്ചെയിനും നൽകുന്നേ. നിങ്ങൾക്ക് മാത്രമാണ് വിചാരിച്ചത് ഇത് സിറാജുല്ലതൊക്കെ മാത്രം അള്ള കൊടുത്തൊരു ഫദലാണ് ഉള്ള, എല്ലാവരും ദർജയേറ്റി കൊടുക്കട്ടെ, എല്ലാവരും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഇതൊക്കെ തട്ടിപ്പ് ഈ രൂപത്തിൽ. അങ്ങനെ എത്ര കറാമത്തിന്റെ പേരോടെ നിങ്ങൾക്കറിയാമോ? നിങ്ങൾ അമുസ്ലിമീങ്ങളുടെ ഒരു അമുസ്ലിം പാപ്പയുടെ കുപ്പസ്വാമി എന്ന് പറയുന്ന സ്വാമിനെ കേട്ടിട്ടില്ലേ? കുപ്പയുടെ അടുത്ത് ജീവിച്ചിരുന്ന ഓച്ചിറയിലെ കുപ്പസ്വാമി. ആ കുപ്പസ്വാമി എന്ന് പറയുന്ന മനുഷ്യർ നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ തൽക്കാലം മറക്കുകയാണ്. എന്തേന്നറിയോ? നിങ്ങളത് കാണണ്ട, നിങ്ങളത് കാണണ്ട. നമ്മളെ കുപ്പസ്വാമിയാണത്. കുപ്പസ്വാമിക്ക് കാന്തപുരം കൊടുത്ത പേരെന്താണെന്നറിയോ? കേട്ടോളൂ, ഞാൻ നോട്ടീസാ വായിക്കുന്നത്. SSF കരുനാഗപ്പള്ളി ഡിവിഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ ബ്രാക്കറ്റിൽ റ അനുസ്മരണ സമ്മേളനം. സ്ഥലം വാഴക്കാട് ഉസ്താദ് നഗർ. സമയം 1997 നവംബർ 6 വ്യാഴാഴ്ച വൈകിട്ട് 4 മണി. മഹാനായ വലിയുല്ലാഹി ഓച്ചിറ ഉപ്പുപ്പ റാന്റെ അനുസ്മരണ സമ്മേളനവും ഖബർ സിയാറത്തും 97 നവംബർ 6 വ്യാഴാഴ്ച അസർ നമസ്കാരാനന്തരം നടത്തപ്പെടുന്നു. കാനോ കാന്തപുരം ഉസ്താദാണോ എന്ന് ചോദിക്കണ്ട, കേട്ടോ, പഠിച്ചു വെച്ചോ, വാങ്ങി പോക്കറ്റിലിട്ടോ. എന്താ പഠിച്ചു വെച്ചോ? കൂട്ട സിയാറത്തിന് ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്നു. ഉദ്ഘാടനം ശൈഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ഏതിന്? കുപ്പസ്വാമിക്ക്. കണ്ടോ, നല്ല വലിയുള്ളാഹിയാണ്. കണ്ടില്ലേ? വെടിയുണ്ട് കേട്ടോ, വെടിയുണ്ട്. ഇതേ ചിത്രങ്ങൾ അവിടെ കണ്ടത് കേട്ടില്ലേ? അപ്പോ എന്താണ് ആ കുപ്പസ്വാമിക്ക് വല്ല കറാമത്തിനും കുറവുണ്ടോ? കുപ്പസ്വാമിയുടെ കറാമത്ത് എന്താ? കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. മാത്രല്ല അവിടുത്തെ സ്ത്രീ പറയുന്നുണ്ട്, എന്തെന്നറിയോ? കുപ്പസ്വാമിയുടെ ജടയും മുടിയൊക്കെ നിങ്ങൾ കണ്ടില്ലേ? ചുരുക്കി പറഞ്ഞുതരാം എന്താണെന്നറിയോ? ആ സ്ത്രീ പറയാണ്, ഈ മനുഷ്യന്റെ ജഡം ആർക്കും വേണ്ടിയിരുന്നില്ല. അങ്ങനത്തെ ഈ മനുഷ്യൻ പിന്നെ മരിച്ചപ്പോ അത് ഞാനാ സംരക്ഷിച്ചിരുന്നത്. പക്ഷേ മഹല്ല് കമ്മിറ്റിക്കാര് കള്ളുകുടിയന്മാരെ വിട്ട്, ഗുണ്ടകളെ വിട്ടിട്ട് ആ ശരീരം തട്ടിക്കൊണ്ടുപോയി. കാരണം ഇതൊരു നല്ല മൂലധനാന്ന് മൂല്യർക്കറിയാം. ഇത് വെച്ച് വീക്കാന്നാ വിചാരിച്ചു. അങ്ങനെ തട്ടിക്കൊണ്ടുപോയി ആ പെണ്ണുങ്ങൾ സങ്കടം പറയുന്നുണ്ട്. അവർക്ക് പിന്നെ ആകെ കിട്ടിയതെന്താ? അതിന്റെ ആ അഴുകി മുടിഞ്ഞ ജട 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 അത് ബഹുമാനപൂർവ്വം ആ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പച്ച തുണിയിൽ കെട്ടിപ്പൊഞ്ഞ് വെച്ചിരിക്കുകയാണ്. ആ അഴുകി നീറിയ എന്നോള്ള ജട മുടിയായി.
എന്നിട്ട് അതിട്ട വെള്ളമൊക്കെ കൊടുത്താൽ കാര്യങ്ങൾ പെട്ടെന്ന് നേടുന്നാണ് പറയുന്നത്. ഇവിടുത്തെ വെള്ളം കൊണ്ട് ക്യാൻസറൊക്കെ മണിക്കൂർ വെച്ച് മാറുന്നവരാണ്, പ്രാന്തൊക്കെ മിനിറ്റഡ് കൊണ്ട് മാറുന്ന പറയുന്നത്. ആ സ്ത്രീ അത് പറയുന്ന രംഗങ്ങളൊന്ന് കേട്ടോളി. റാത്തീവാണ് പ്രധാനം. ഇത് ഈ വെള്ളം കുടിച്ചിട്ട് അസുഖങ്ങൾ ഏത് മാറാ രോഗവും അതുകൊണ്ട് ചീത്തയാവുന്നു. അത് ഇപ്പോഴ് വളരെ അക്ഷരം പ്രതി ഫലമാണ്, മണിക്കൂറുകൾ മതി ഭ്രാന്തമാണ്. അക്ഷരം പ്രതി അതുകൊണ്ട് ഫലമാ. കണ്ടില്ലേ എന്താ എടുത്തുവച്ചിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഈ ജടയാണ്, ജട ഇങ്ങനെ പെട്ടിയിലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കാണാതില് അതിൽ തന്നെ കാണിക്കുന്നുണ്ട് ഒരു പച്ച തുണിയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മൂപ്പരുടെ ജട. ഈ മുടിയൊക്കെ കൂടിയേ മരിച്ചപ്പനാട് വീണ് വഴുകിയിട്ട് കുളിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്താ? ആ നിലക്കുള്ള ഒരു മനുഷ്യൻ അദ്ദേഹത്തെ മരിച്ചപ്പോ അത് വിറ്റ് ഉപജീവനാക്കാണ്. കണ്ടോ, ആ കാണുന്നില്ല ഒരു പച്ചക്കിഴി കാണുന്നില്ലേ നിങ്ങൾ ആ സ്ക്രീനിൽ? ആ പച്ചക്കിഴി മുഴുവൻ മൂപ്പരുടെ ജടയാണ്. ഈ സ്ത്രീക്ക് അതേ കിട്ടിയുള്ളൂ. മയ്യത്തും കൊണ്ട് ആൺകുട്ടികളോടി. നല്ല സാധനമല്ലേ കിട്ടിക്കണ്ട്, അത് വെച്ചിട്ടല്ലേ ഉദ്ഘാടനം ചെയ്യാൻ ശൈഖുന വന്നല്ലോ. ശൈഖുനാക്ക് ആരായാലും എന്താ, പണം കിട്ടിയാ പോരെ? മൂപ്പരിക്ക് എന്താ വല്ല പ്രശ്നമുണ്ടോ? മൂപ്പരല്ലേ ഉദ്ഘാടനത്തിന് വന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, ഈ നിലക്കൊക്കെ ആർക്കൊക്കെ എവിടുന്നൊക്കെ കാര്യം കിട്ടുന്നുണ്ട്. കാര്യം കിട്ടുന്നതൊക്കെ സത്യമാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അബൂബക്കർ ഹാജി എന്ന് പറയുന്ന ഒരു ഹാജിയാര് മലപ്പുറം ജില്ലയിൽ, ഞങ്ങളുടെ ജില്ലക്കാരനാണ്. മലപ്പുറം ജില്ലയിലെ ഒരു ഹാജിയാര് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നേർച്ചയാക്കി. അദ്ദേഹത്തിന് കുട്ടിയുണ്ടായില്ല. അവസാനം മുസ്ലിം സുഹൃത്തുക്കളുടെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നേർച്ചയാക്കിയപ്പോ, തുലാഭാരത്തിന് നേർച്ചയാക്കിയപ്പോ അയാൾക്ക് കുട്ടിയുണ്ടായി. ഞാൻ വിശദീകരിക്കേണ്ടതില്ല, മലപ്പുറം ജില്ലയിൽ നടന്ന സംഭവമാണ്. അതേപോലെ തന്നെ പയ്യന്നൂരിൽ നബീസുമ്മ തേങ്ങി എന്ന് പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? ജസീറ എന്ന കുട്ടിക്ക് വേണ്ടി പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് തുലാഭാരം നടത്തി ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി എന്ന് പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതാണ്. അതൊക്കെ നമ്മുടെ ആ മുസ്ലിം സുഹൃത്തുക്കളുടെ, പ്രത്യേകിച്ച് ഹൈന്ദവരുടെ ആചാര രീതികളാണ്. അതൊക്കെ ആർക്കും അവരുടെ ആചാരങ്ങൾ പ്രവർത്തിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതക്കാരുടെയും എല്ലാ രൂപത്തിലുള്ള ആശയങ്ങളെയും ഒരേപോലെ പരിഗണിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യം. അതിലൊന്നും നമ്മൾ കുറ്റം പറയുന്നില്ല. ഓരോരുത്തരും അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചോട്ടെ. ലക്കും ദീനുക്കും വലിയ ദീൻ, എനിക്കെന്റെ മതം, നിങ്ങൾക്ക് നിങ്ങളുടെ മതം. ആരും അതിന്റെ പേരിൽ ആക്രമിക്കേണ്ടതില്ല, ആരും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കലാപം ഉണ്ടാക്കേണ്ടതില്ല, ക്ഷേത്രം ഇടിച്ചു നിരപ്പാക്കാൻ പാടില്ല, അതേപോലെ തന്നെ മറ്റേതെങ്കിലും ആരാധനാലയങ്ങൾ ഇടിച്ചു നിരപ്പാക്കേണ്ടതില്ല. ഇതൊക്കെ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളാണ്. പക്ഷേ ഈ നിലക്കുള്ള വിശ്വാസങ്ങൾ ഒരു മുസ്ലിമിന് ചേർന്നതാണോ? പയ്യന്നൂരിലെ തുലാഭാരം പറയുമ്പോ, ഗുരുവായൂരിലെ തുലാഭാരം പറയുമ്പോ ഒരു പക്ഷേ പേരോട് വന്നിട്ട് നാളെ പറയും, മൗലവി നിങ്ങൾ ഗുരുവായൂരും അതേപോലെ തന്നെ പയ്യന്നൂരും ഒക്കെ പറഞ്ഞിട്ട് ക്ഷേത്രത്തിന്റെ ആചാരം പറഞ്ഞ് തടിയൂരുകയാണോ എന്നോട് ചോദിക്കേണ്ടതില്ല. ഇതാ ദർഗയിലെ തുലാഭാരമാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇത് ഹിന്ദുക്കളുടെ മാത്രമല്ല, ഇത് ദർഗയിലെ തുലാഭാരമാണ് കാണിക്കുന്നത്. അതാ ഹാജി അബ്ദുറഹ്മാൻ മലങ്ക് ഷാഹ് ബാബ, ഹാജി മലങ്ക് ദർഗയിലെ ദൃശ്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതാ നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി തുലാഭാരം നടക്കാൻ പോവുകയാണ്. ശർക്കര കൊണ്ട് കുട്ടിക്ക് തുലാഭാരം നടത്തുന്ന ഇതാ മുസ്ലിം ദർഗ കണ്ടോ? കൃത്യമായി നിങ്ങൾക്കത് കാണാം. അവിടെ അതാ ശർക്കരയുടെ കെട്ടുകൾ കാണുന്നു. ശ്രദ്ധിച്ചു നോക്കൂ. കണ്ടോ? ദർഗയിലേക്ക് തുലാഭാരത്തിനുള്ള ശർക്കര വിൽപ്പനക്ക്. കണ്ടോ ദർഗയിലുള്ള ശർക്കര കെട്ടുകൾ കണ്ടോ? നീ അതാ തുലാഭാരം നടത്തുന്ന തുലാസ് കണ്ടോ? അതാ തുലാഭാരത്തിൽ അതായി കുഞ്ഞിനെ ഇരുത്താനുള്ള ഏർപ്പാടാണ്. കുട്ടിക്ക് മാലയിടും, കുട്ടിയെ ഒരു തട്ടിലിരുത്തും, ഒരു തട്ടിൽ ശർക്കര വെക്കും, ദിക്ർ ചൊല്ലും. കേട്ടോളൂ. ശർക്കര ഒരട്ടി വെച്ചു, തൂക്കം ശരിയായിട്ടില്ല. मलन बाबा की गुरु चराओ दी, 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 मलन बाबा की गुरु चराओ दी,
കണ്ടില്ലേ നിങ്ങള്? തുലാഭാര നടന്നത്. ഒരു തട്ടിൽ കുട്ടിയെ, മറ്റേ തട്ടിൽ ശർക്കര. ദർഗയിലേക്കാണ് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടി മറ്റു കാര്യങ്ങൾക്കൊക്കെ നേർച്ചയാക്കാണ്, നേർച്ചക്കടം വീട്ടാൻ വേണ്ടി വരികയാണ്. ദമ്പതികൾ വരുന്നു, കുട്ടികളെ തുലാഭാരത്തിന് ഇരുത്തേണ്. ആ നിലക്കുള്ള തുലാഭാരത്തിന്റെ പരിപാടി കണ്ടോ? ശർക്കര പൊട്ടിക്കുന്നു, അതിനവിടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇതൊക്കെ പറയാവുന്ന സുന്നികളായിട്ട് ഒരു ബന്ധമല്ല. നാളെ അവിടുത്തെ ഖാദിമായ തൃശൂർ ചാവക്കാട് സ്വദേശി ഈ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയുമായി നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗം നിങ്ങൾ ഇപ്പോൾ കേൾക്കുന്നു. പേരെന്താ പറഞ്ഞേ? എന്റെ പേര് കാസിം തങ്ങള്. കാസിം തങ്ങള്. ഒരു 8:40 പള്ളിക്കത്തെ കത്തീബ് വന്ന് ദുവാരത്തിന് ശേഷമാണ് വാർത്ത കിടക്കാൻ. ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇതിലാണ് ഇപ്പൊ ഈ ദർഗകള് സുന്നിന്റെ ഇതിൽ തന്നെ. അപ്പൊ അതിന്റെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യം നാസർ ഖാൻ ഈ കടല്ലേ, നാസർ ഖാൻ പറയുമ്പോൾ എന്താണെന്ന് പറയാ. മൂപ്പര് ഇവിടെ തന്നെയാണ്. മൂപ്പരാണ് ഇപ്പോൾ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ 9 കൊല്ലം കഴിഞ്ഞിട്ട് മൂപ്പരുടെ ഇത് കഴിഞ്ഞ് ട്രസ്റ്റിയിലുണ്ടായിരുന്നു 9 കൊല്ലം. ഇപ്പൊ കഴിഞ്ഞിട്ട് ഒരു 2 മാസമായിട്ടുള്ളൂ. കുട്ടികൾ ഇല്ലാത്തതിനൊക്കെ കുട്ടികളില്ലാത്തതിന് പറയുമ്പോ ഉപ്പാപ്പാന്റെ അടുത്ത് വന്നിട്ട് ആ ചോന്ന ചിരട്ടുണ്ട്. അത് ഉപ്പാപ്പാന്റെ അടുത്ത് പറഞ്ഞ നമ്മള് ഒരു 5 കെട്ട് കെട്ടുക. ഉപ്പാപ്പാന്റെ അടുത്ത് പറയാൻ എനിക്ക് കുട്ടികളില്ല, അങ്ങനെയല്ല, കുട്ടികളുടെ മക്കളില്ലാത്ത ആൾക്കാർ വന്നിട്ട് ഇങ്ങനൊക്കെ പറഞ്ഞ് ആ നൂല് കെട്ടി കഴിഞ്ഞു. കേട്ടില്ലേ സുഹൃത്തുക്കളെ? കുട്ടികളില്ലാത്തവര് സുന്നിയായിട്ട് ബന്ധമുണ്ട് നാളെന്നെ പറയണേ, നമ്മൾ പറയണതല്ല. ഇനിയോ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ അഭിമുഖങ്ങൾ കേട്ടില്ലേ? ഇസ്ലാമികമാണോ സുഹൃത്തുക്കളെ ഇത്? എന്തൊരു സങ്കടമാണ് ഈ സമുദായത്തിന്റെ കാര്യം. പടച്ച തമ്പുരാനെ, ഈ ഉമ്മത്തിന് നീ പിഴച്ചു പോയിട്ടുള്ള ആളുകൾക്ക് നീ ഹിദായത്ത് കൊടുക്കണം തമ്പുരാനെ. മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്തോളൂ സുഹൃത്തുക്കളെ. അമ്പലനടയിലും മറ്റുമൊക്കെ ഹൈന്ദവ സഹോദരന്മാർ നടത്തിയിരുന്ന ആചാരങ്ങൾ അതേ ചാണിന് ചാണായി നമ്മളും അനുകരിക്കുകയല്ലേ? അത് ഇസ്ലാമികമായിട്ടുള്ളതാണെങ്കിലല്ലേ നമുക്ക് ചെയ്യാനൊക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ ഈ ദീന്? അവിടുന്ന് പഠിപ്പിച്ചതാണോ ഈ കാണുന്ന സംസ്കാരം? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഈ കാര്യം ഒന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ, ആളുകൾ പുച്ഛിച്ച് തള്ളുന്ന ഈ കാര്യങ്ങളൊക്കെ എതിർക്കുമ്പോൾ ആദ്യമൊക്കെ ഇവർ നിഷേധിച്ചു തള്ളും, പിന്നെ ഇവർ ന്യായീകരിക്കലാണ് ഇവരുടെ പരിപാടി. ഇത് ഇവർക്ക് പണ്ടേ ഉള്ളതല്ലേ? ഞാനിവിടെ മുമ്പേ നിങ്ങളെ കേൾപ്പിച്ചിട്ടില്ലേ? വീരാൻ ഉപ്പാപ്പ എന്ന് പറയുന്ന ഒരാളുടെ ദിക്ർ, അൻതല്ലദീ അല്ലംതനാ ലാ ഐന ഇല്ലല്ലാഹ്, അൻതല്ലദീ അല്ലംതനാ ലാ ഉദ്ന ഇല്ലല്ലാഹ്, ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ നാക്ക ഇല്ലല്ലാഹ്, ലാ പള്ള ഇല്ലല്ലാഹ്, ലാ കാല ഇല്ലല്ലാഹ്, ലാ തലവല വാല ഇല്ലല്ലാഹ്, ലാ പുത്രൻ ഇല്ലല്ലാഹ്, ലാ മുച്ചീട്ട ഇല്ലല്ലാഹ്, ലാ കുര ഇല്ലല്ലാഹ്. ഇതൊക്കെ ദിക്റുകൾ പറഞ്ഞപ്പോ ആദ്യം ഈ മുസ്ലിയാർ എന്താ ചെയ്തതെന്നോ? ഈ പ്രദേശത്തിന്റെ അടുത്ത സ്ഥലമായ മാഹിക്കടുത്തെ പെരിങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ആളുകൾ അങ്ങ് ചോദിച്ചപ്പോ ഇയാൾ പറയാണ്, ഞങ്ങൾ അങ്ങനെ ഒരു ദിക്ർ ചെയ്യലുണ്ടോ? ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല, മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞു. ഒറ്റ തള്ളല്. ആ തള്ളുന്ന ഭാഗം കേട്ടോളി. അറബിക്ക് മനുഷ്യൻ. ഈ എന്താണ് അയാളുടെ പേര്? KVM ബന്ധാവ്. അയാളൊരു അറബിക്ക് മനുഷ്യൻ, ഒരു ചെറിയ മാനസിക രോഗിയാണ്. ഈ പുസ്തകം എഴുതി അയാൾ ചെറിയ മാനസിക രോഗിയാണ്. അയാൾ മാനസിക രോഗിയാണെന്ന് അറിയാത്ത ഏതെങ്കിലും മൊയ്ലിയാർ, ചിലപ്പോൾ അയാൾ ഭയങ്കര മൊയ്ലിയാരാന്ന് ചിലപ്പം പറഞ്ഞു എന്ന് വരാം, അല്ലെങ്കിൽ എഴുതിയിട്ട് വരാം. ഇതുപോലെ ഇമാം ബുഖാരി ഒരാൾ ലൈഫാന്ന് പറയുമ്പോ വേറെ ഇമാം മുസ്ലിം ചിലപ്പോ അയാൾ സഹിയാണെന്ന് പറഞ്ഞത്. കാരണം ലൈഫാന്നുള്ള വിവരം ഇമാം മുസ്ലിമിന് കിട്ടിയിട്ടുണ്ടാവില്ല. ഇതുപോലെ ഏതെങ്കിലും ഒരു മൊയ്ലിയാര് ഇയാൾ നല്ല ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ആളാണ് നിങ്ങളുടെ ബുക്കിലുണ്ടല്ലോ എന്നൊന്നും ചോദിക്കണ്ട. അല്ല, അയാളെ വിവരം അറിഞ്ഞിട്ടുണ്ടാവില്ല, എനിക്ക് അറിയുന്നുണ്ടാ പറഞ്ഞു. അയാളൊരു മാനസിക രോഗിയാണ്. അദ്ദേഹം ഒരു അറബിക്ക് മനുഷ്യയാണ്, മാനസിക രോഗിയാണ്. ഈ പുസ്തകത്തിന്റെ തുടക്കത്തിൽ തന്നെ അയാൾ പറയുന്നുണ്ട്, എഴുതണ്ടെന്ന് ഞാൻ വിചാരിക്കും, പക്ഷെ എന്റെ പെണ്ണോണ്ട് വലതു എഴുതി പോകുന്നു. ഇതിൽ തന്നെ അയാൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ മാനസിക രോഗിയായ മൗലവിന്റെ ബുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ ഹുസൈൻ സലഫി എന്ന് പറയുന്ന ആള് ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ, ഇതാ സുന്നികളെ ദിക്റുന്നത്. ഞങ്ങളൊക്കെ സുന്നികളെ, ഞങ്ങളാരും അങ്ങനെ എല്ലാവരില്ല. ഈ ഹുസൈൻ സലഫി ഇങ്ങനെ എല്ലായിടത്തും പറയണ് ലാ കണ്ണ ഇല്ലല്ലാ ലാ മൂക്ക ഇല്ലല്ലാ. ഞങ്ങളാരും ഇത് പറയില്ല. നോക്കണം നിങ്ങൾ, അങ്ങനെ ഞങ്ങളാരും ഇത് പറയില്ല എന്ന് പറയുന്ന ആള് പിന്നെന്താണ് ഇത് ന്യായീകരിക്കാണ് സുഹൃത്തുക്കളെ? പിന്നെ മൂപ്പരിത് ന്യായീകരിക്കണം. ഇദ്ദേഹം എന്ത് പറയാണ്? ഇതൊക്കെ പിന്നെ ന്യായീകരിക്കാണ്. എന്താ ഇതിന് തെറ്റ്? അവര് പറയണത് എന്താന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മതി.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ള വന്നതല്ലാത്തൊരു കണ്ണില്ല, അള്ള വന്നല്ലാത്തൊരു മൂക്കില്ല. ഏതൊരു വസ്തുവിനെ കാണുമ്പോഴും മഹാന്മാർക്ക് ആ വസ്തുവല്ല കണ്ണിൽ പെടുക, അള്ളാനെയാണ് ഓർമ്മ വരിക. അപ്പൊ ഒരു കണ്ണ് കാണുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോകും, ലാ മൂക്ക ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു പോകും. അതിനൊന്നും തെറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് ഇവിടെ വെച്ച് തന്നെ ന്യായീകരിച്ചിട്ടുണ്ട്. എന്നാ ചോദിക്കട്ടെ, ഒരു പട്ടിനെ കാണുമ്പോൾ ഒരാൾക്ക് പട്ടിനെയല്ല ഓർമ്മ വരുന്നത്, അള്ളാനെ ഓർത്തൂടെ? ഈ പട്ടിയും അള്ളാടെ ഒരു മഹ്ലൂക്കായ ജീവിയാണ്. അള്ള സൃഷ്ടിച്ചതല്ലേ ഈ പട്ടിയെയും? ലാ പട്ടിയില്ലല്ലാ എന്നൊരു ദിക്ർ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണം അടുത്ത ദിക്റിന്റെ മജ്‌ലിസിൽ വെച്ച്. മാത്രമല്ല ഇത് പോരിശയാക്കപ്പെട്ട ദിക്റാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അതൊക്കെ പണ്ഡിതന്മാർ അംഗീകരിച്ച ദിക്റാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്? എന്നാൽ വിനയത്തോടു കൂടി പറയട്ടെ, അടുത്ത ഖണ്ഡന പ്രസംഗത്തിന്റെ അവസാനം നിങ്ങൾ ഈ പോരിശയാക്കപ്പെട്ട ദിക്ർ ഒരു 10 തവണയെങ്കിലും നിങ്ങളൊന്ന് ചൊല്ലിയിട്ടേ പിരിഞ്ഞു പോകാവൂ കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ അൻഫ ഇല്ലല്ലാഹ്, ലാ നാക ഇല്ലല്ലാഹ്, ലാ പല്ല ഇല്ലല്ലാഹ്, ലാ കാല ഇല്ലല്ലാഹ്, ലാ പുത്രൻ ഇല്ലല്ലാഹ്, ലാ ബാപ്പ ഇല്ലല്ലാഹ്. അടുത്ത പ്രസംഗത്തിന്റെ അവസാനിപ്പിക്കുന്നതിന്റെ മുമ്പ് ഒരു 10 വട്ടമെങ്കിലും ഈ ശറഫാക്കപ്പെട്ട ദിക്റില്ലേ? മഹാന്മാർക്കല്ലേ അതിന്റെ ആശയം തിരിയൂ, മുജാഹിദിന് അതിന്റെ ആശയം തിരിയോന്നാ ചോദിച്ചത്. ഹാ ഹീ ഹൂ അല്ലാ, ഹാ ഹീ ഹൂ അല്ലാ എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പര് പറയാണ്, ഈ മൗലൈമാർക്ക് ഹാ ഹൂ ഹീ എന്നൊക്കെ കേൾക്കുമ്പോ അവന് അവൾ എന്നൊക്കെ ഓർമ്മ വരികയുള്ളൂ. അതിന്റെ അർത്ഥം അതൊന്നുമല്ല. മൗലൈമാർക്ക് അവളിനെ ഓർമ്മ വരൂ, ഞങ്ങൾക്കല്ല ഓർമ്മയുള്ളത്. ഞാനിപ്പോ തിരിച്ചു പറയുന്നില്ല, ഞാനിപ്പോ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. പക്ഷേ പന്താവൂര് തന്നെ പറഞ്ഞിട്ടില്ലേ, പന്താവൂരിന്റെ പുസ്തകത്തിൽ കാണാം, ഹാ ഹീ ഹൂ അല്ലാ, ഹാ ഹീ ഹൂ ഹും അല്ലാ. ഞാൻ അർത്ഥം പറയുന്നത് കേട്ടോ. ഹാ അറിയുവീൻ, ഹീ അവളും, ഹൂ അവനും, ഹും അവരും, അല്ലാ എന്ന് പിരാനൂലെ പാപ്പാടെ ദിക്റിലും ഇതേപോലെ തന്നെയാണ് ആശയമെന്ന് പന്താവൂരി എഴുതി വിട്ടിട്ടില്ലേ? പന്താവൂരി എഴുതിയതിന് ഞങ്ങൾക്കെന്താ നിങ്ങൾ ചോദിക്കണ്ട. കാരണം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പന്താവൂര് മാനസിക രോഗിയാണെങ്കിലും ചിലപ്പോൾ വമ്പിച്ച കാര്യം പറയലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? വലിയ കാര്യം ചിലപ്പോൾ മാനസിക രോഗിയും ചിലപ്പോൾ വലിയ കാര്യം പറയാറുണ്ട്. അക്കാര്യത്തിൽ കൂട്ടിക്കോ, ഞങ്ങളെ കുതിര കയറാൻ വരണ്ട. ഞങ്ങളല്ല അവന്നവളെന്ന് ദിക്ർ ചൊല്ലിയത്, അത് നിങ്ങളുടെ പാരമ്പര്യമാണ്. എന്നിട്ട് നിങ്ങൾ വേറെ വേറെ ദിക്റുകൾ ഉണ്ടാക്കിയിട്ട് ഈ മുസ്ലിം ഉമ്മത്തിനെ പറ്റിക്കുകയല്ലേ? എന്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയട്ടെ, മുജാഹിദുകൾ ദിക്റിനെതിരാണെന്ന് നിങ്ങൾ പറയുന്നു, മുജാഹിദുകൾ ദിക്ർ വിരോധികളാണെന്ന് നിങ്ങൾ പറയുന്നു. നാടുനീളെ നിങ്ങൾ ഈ ശബ്ദം പറഞ്ഞുകൊണ്ട് മലീമസമാക്കുന്നുണ്ട്. നിങ്ങൾ ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദിക്റുകളെ കൃത്യമായി സമൂഹത്തിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മുജാഹിദുകളാണ് കേട്ടോ. നിസ്കാരത്തിന്റെ സമയത്ത് മാത്രമല്ല, നിസ്കാരത്തിന്റെ അകത്ത് മാത്രമല്ല, പുറത്തും രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നത് വരെയുള്ള ഏതെല്ലാം സന്ദർഭങ്ങളിൽ മുത്തുമാണിക്കല്ലായ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെ ദിക്റുകൾ പഠിപ്പിച്ചിട്ടുണ്ടോ എല്ലാ ദിക്റുകളും നിങ്ങൾ ഓർത്തിട്ട് യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. പ്രഭാതത്തിലും പ്രദോഷത്തിലും പ്രത്യേകം ദിക്റുകളില്ലേ? അതൊക്കെ ഈ ഉള്ളവൻ ഷാർജയിൽ നിന്ന് പ്രസംഗിച്ച സീഡികളുണ്ട്. 35ഓളം സീഡിയുടെ വാള്യങ്ങൾ ഇതിനകം പുറത്തിറങ്ങിക്കഴിഞ്ഞു. അത് അല്ലാഹുവിന്റെ തൗഫീക്ക് പറയുകയാണ് കേട്ടോ. അതിലൊക്കെ ഇസ്ലാമിലുള്ള ദിക്റുകളാ പരിചയപ്പെടുത്തുന്നത്. ഓരോ സമയത്തുള്ള ദിക്റിന്റെയും ആശയങ്ങളാണ് ഇതിൽ അല്ലാഹുവിന്റെ തൗഫീക്ക് കൊണ്ട് ഈ ഉള്ളവൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ മാന്യ മുസ്ലിമീങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളൊക്കെ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാൽ പോരെ കേട്ടോ, നിങ്ങളത് ജീവിതത്തിൽ പകർത്തിക്കോ. രാവിലെ എഴുന്നേൽക്കുമ്പോ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേറ്റോ. രാത്രിയിൽ ഉറങ്ങുമ്പോ ആമന്തു ബി കിതാബിക്കല്ലദീ അൻസൽത വബിനബിക്കല്ലദീ അർസൽത എന്നതടക്കമുള്ള ദിക്റുകൾ ചൊല്ലിക്കോ. എത്രയോ ദിക്റുകളുണ്ട് സുഹൃത്തുക്കളെ, അങ്ങനെ എത്രയോ സംഗതികളില്ലേ. ഇതൊക്കെ ഞങ്ങൾ ഈ പൊട്ടൻ ദിക്റുകളെ കുറിച്ച് പറയുമ്പോൾ ഇവർ ഞങ്ങളോട് പറയുന്നു, ഇവർക്കിതൊന്നും പറഞ്ഞാൽ തിരിയൂല, ഇതൊക്കെ ഔലിയാക്കന്മാരുടെ ഭാഷയാണ്. എന്നിട്ട് നമ്മളെ ഉപമിച്ചത് ആരോടാണെന്നോ നിങ്ങൾക്ക് കേൾക്കാം, കന്നുകാലികളോടാണ് ഉപമിച്ചത്. ഔലിയാക്കന്മാരുടെ ഭാഷ മുജാഹിദീങ്ങൾക്ക് തിരിയൂല. മുജാഹിദിനോട് പറയുമ്പോ, ഒരു കന്നുകാലിയോട് പറയുമ്പോ, കന്നുകാലി നിനക്കിതാ ഭക്ഷണം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കന്നാലി വരുമോ? പിന്നെ കന്നാലിയെ വിളിക്കേണ്ട ഒരു ഭാഷയുണ്ടല്ലോ എന്ന് പറഞ്ഞ്
പറഞ്ഞിട്ട് മൂപ്പര് പറയുന്നു നമ്മളെ കന്നാലിയാക്കുകയാണ്. എന്നിട്ട് കന്നാലിയെ വിളിക്കേണ്ട രൂപവും മൂപ്പര് പഠിപ്പിച്ചു തരുന്നു, അതുകൂടി കൽപ്പിക്കുന്നു. കന്നുകാലികൾ വരുവോ? ഇല്ല, കാരണം കന്നുകാലിക്ക് മനസ്സിലാണെങ്കിൽ അവരെ ഭാഷ പറയണം. അപ്പൊ എങ്ങനെ? കേട്ടോ, കന്നാലിനോട് എങ്ങനെ വിളിക്കേണ്ടത് മനസ്സിലായില്ലേ? ഇപ്പൊ ഞാൻ പാട്ട് പാടിയപ്പോ എന്റെ നാട്ടിൽ പോയിട്ട് മൂപ്പര് പറഞ്ഞു ഇയാളെ ഗാനമേളക്ക് പറ്റും. ഇയാളെപ്പോ എന്തിനാ പറ്റാ? നിങ്ങൾ പറഞ്ഞോളി, ഞാൻ പറയണില്ല. ഇയാൾ എന്തിനാ പറ്റാന്ന് മനസ്സിലായില്ലപ്പോ? അത്ര ഞാൻ പറയുള്ളൂ. ഇങ്ങനെ ഓരോന്ന് നിങ്ങൾ ഇനിയും കേട്ടോ. നിങ്ങൾ ഇവിടെ വെച്ച് നിങ്ങളെ കൊണ്ട് സമ്മതിപ്പിച്ചില്ലേ? നിങ്ങൾ ഭ്രാന്തൻ എന്ന് പറയുന്ന ഈ KVM പന്താവൂരിന്റെ പുസ്തകങ്ങള് ഞാനിവിടെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും ഈ ഉള്ളവൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഒന്നുകൊണ്ട് മാത്രം വായിച്ചിട്ടുണ്ട്. അന്ന് നമ്മൾ വായിച്ചല്ലോ, അൽ ഇൻസാനുൽ കാമിൽ എന്ന പുസ്തകത്തിൽ നിന്ന് വായിച്ചു. എന്തിനെ ആരാധിച്ചാലും അത് അല്ലാഹുക്കുള്ള ആരാധനയെ ആവൂ. കല്ലിനെ ആരാധിച്ചാലും, നക്ഷത്രങ്ങളെ ആരാധിച്ചാലും, സൂര്യനെ ആരാധിച്ചാലും, ചന്ദ്രനെ ആരാധിച്ചാലും അല്ലാഹുവിനുള്ള ആരാധനയായിട്ടേ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോ പേരോട് കാര്യം മനസ്സിലാക്കി പോയല്ലോ. വരവിലെന്താ മൂപ്പര് പറഞ്ഞത്? ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ അംഗീകരിക്കൂലേ? നിങ്ങളെ പുറത്തും തലയിലും ഞങ്ങൾ വെച്ച് കെട്ടുന്നാ പറഞ്ഞത്. കാരണം ഇൻസാനുൽ കാമിലി എന്ന ആ സമ്പൂർണ്ണ മനുഷ്യൻ എന്ന മലയാള പുസ്തകം പന്താവൂരി വിവർത്തനം ചെയ്തതാണ്. ആ കൃതി പന്താവൂരിൻ്റെതല്ലല്ലോ, അതിന്റെ ഒറിജിനൽ ഭാഷ അറബിയല്ലേ. ആ അറബി എഴുതിയിട്ടുള്ളത് നിങ്ങൾ അംഗീകരിക്കുന്ന അബ്ദുൽ കരീമുൽ ജിയലി എന്ന പണ്ഡിതനല്ലേ? അദ്ദേഹത്തിന്റെ കിതാബിന്റെ പേര് അൽ ഇൻസാനുൽ കാമിൽ എന്നല്ലേ? അതിൽ പറഞ്ഞ കാര്യമല്ലേ പന്താവൂരും പറഞ്ഞത്? എങ്കിൽ അബ്ദുൽ കരീമുൽ ജിയലിക്കും ലൂസാണോ? അബ്ദുൽ കരീം ജിയലിയെ നിങ്ങൾ തള്ളുമോ? അതിന്റെ ഒറിജിനൽ കിതാബ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചില്ലേ? നിങ്ങൾ എന്തേ അതിന് മറുപടി പറയാതെ പോയത്? അൽ ഇൻസാനുൽ കാമിലിലെ പരിഭാഷക്ക് മാത്രം എങ്ങനെ ഭ്രാന്ത് വന്നത്? ഒറിജിനൽ പരിഭാഷപ്പെടുത്തുമ്പോ ഒറിജിനലും തെറ്റാണെന്ന് തള്ളണ്ടേ? നിങ്ങൾ തള്ളിയിട്ടില്ലല്ലോ. നിങ്ങൾ ഒരാളല്ലല്ലോ ഇപ്പൊ നാദാപുരത്തെ ഈ പ്രസംഗം കൊണ്ട് ഏത്തമിട്ടത്, ഒരു പേരോടല്ലല്ലോ ഏത്തമിട്ടത്. നിങ്ങളുടെ 40 അംഗ മുശാവറ ഏത്തമിട്ടില്ലേ? ഈ കൃതികൾ നാദാപുരത്ത് വായിച്ചതിന് ശേഷം നിൽക്കക്കള്ളിയില്ല എന്ന് വന്നപ്പോ നിങ്ങൾ പ്രമേയം പാസാക്കിയില്ലേ? സമസ്തയുടെ മുശാവറ കൂടിയിട്ട് നിങ്ങൾ എന്താ പറഞ്ഞത്? പന്താവൂരിന്റെ പ്രസിദ്ധീകരണങ്ങളുമായി സുന്നികൾക്ക് ബന്ധമില്ല. നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ എന്നോട് പലവട്ടം ചോദിച്ചില്ലേ? നിങ്ങളുടെ കഴിഞ്ഞ പ്രസംഗത്തിലും നിങ്ങൾ ചോദിച്ചില്ലേ? എന്തിനാ മൗലവി ഷാർജയിൽ നിന്ന് കടലും കടന്നിട്ട് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാ ഷാർജയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? നിങ്ങൾ എന്തിനാ ഈ നാട്ടിലേക്ക് കടലും കടന്ന് വന്നത് എന്ന് ചോദിച്ചില്ലേ? നിങ്ങൾക്ക് മനസ്സിലായോ? പേരോടെ നിങ്ങളെ മാത്രമല്ല മുസ്ലിയാരെ, നിങ്ങളെ കൊണ്ട് മാത്രമല്ല, നിങ്ങളടക്കമുള്ള 40ഓളം നിങ്ങളുടെ സമസ്തയുടെ ആലിമീങ്ങളെ മുശാവറയെ കൊണ്ട് മുശാവറ കൂടുകയും പിരിയുകയും ചെയ്യാനല്ലാതെ നിങ്ങൾക്കിനി സമയമുണ്ടാകുമോ? ഇനി മുശാവറ പിരിയാൻ നിങ്ങൾക്ക് നേരമുണ്ടാകില്ല. ഓരോന്നോരോന്ന് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ദുആ ചെയ്തോ. അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഓരോന്നോരോന്ന് ഇവിടെ വെളിച്ചം കാണും കേട്ടോ. നിങ്ങൾക്കിനി മുശാവറ പിരിച്ചുവിടാൻ നേരമുണ്ടാവില്ല കേട്ടോ. എന്റെ മുമ്പിൽ ഈ നാദാപുരത്തുള്ള മുജാഹിദ് സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിക്ക് വിജയമില്ലേ? ആയിരക്കണക്കിന് മുസ്ലിമീങ്ങളല്ലേ ഈ സത്യത്തിന്റെ സന്ദേശത്തിലേക്ക് വരുന്നത്? അത് പറഞ്ഞു മേനി നടിക്കാൻ ഞാൻ ആളല്ല. സൗണ്ടിന്റെ ഗുണം കൊണ്ടല്ല കേട്ടോ, വഴലിന്റെ ശൈലിയുടെ ഗുണം കൊണ്ടുമല്ല. ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട്. നിങ്ങളൊരു പക്ഷേ സൗണ്ടിന്റെ ഗുണം കൊണ്ടാവും പറ്റിക്കുന്നത്, ശൈലി നീട്ടിക്കൊണ്ടാവും പറ്റിക്കുന്നത്. ഞങ്ങൾക്കതല്ല. ഞങ്ങളുടെ കയ്യിൽ ഹക്കുണ്ട് കേട്ടോ. അത് അല്ലാഹു അവന്റെ റസൂലിലൂടെ സഹാബത്തിലൂടെ പഠിപ്പിച്ചിരുന്ന ദീനാണ് കേട്ടോ. അതുകൊണ്ട് ഒരാളല്ല ഇപ്പൊ ഏത്തമിട്ടത്. ഈ നാദാപുരത്തെ പരിപാടിക്ക് ശേഷമല്ലേ നിങ്ങൾ മുശാവറ കൂടിയിട്ട് പന്താവൂരിനെ ഒന്നടങ്കം തള്ളുന്നത്? നിങ്ങൾക്ക് എങ്ങനെ തള്ളാൻ കഴിയും? നിങ്ങൾക്ക് തള്ളാൻ ഏതൊക്കെ നിങ്ങൾ തള്ളി, ഏതൊക്കെ നിങ്ങൾ കൊള്ളുന്നു എന്ന് അടുത്ത പ്രസംഗത്തിലൊന്ന് മറുപടി പറയണം മുസ്ലിയാരേ. തീർന്നില്ല. ഇയാൾ പൊട്ടിച്ച ഒരു വെടി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൃത്യമായി തന്നെ അതിനെക്കുറിച്ച് കൂടി വിശദീകരിക്കട്ടെ. അല്പസമയം കൂടി നമുക്ക് നീണ്ടാലും വിരോധമില്ല. ഒരൊറ്റ കാര്യം കൂടി പറയട്ടെ സുഹൃത്തുക്കളെ. മൂപ്പര് ഇവിടെ വന്നിട്ട് പറയാണ്, അതാ മരണത്തിന്റെ ശേഷം അല്ലാഹു ഒരാളെയും ആദരിച്ചുകൊണ്ട് കറാമത്ത് നൽകുകയില്ല എന്ന് ഇതുവരെ പറഞ്ഞിരുന്ന മുജാഹിദ് ഇതാ നാദാപുരത്ത് വെച്ചിട്ട് മരണശേഷം കറാമത്തുണ്ടെന്ന് സമ്മതിച്ചു പോയി.
മരണത്തിന്റെ ശേഷം കറാമത്തുണ്ടാകില്ല പോലും. മുമ്പ് നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പോലും. എന്താ സുഹൃത്തുക്കളെ, ചുരുക്കി പറയട്ടെ, ഈ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന സാലിഹീങ്ങളായ ആളുകളുടെ കൈകളിലൂടെ അവൻ ഉദ്ദേശിക്കുന്ന ഒരു അത്ഭുതം പ്രകടിപ്പിക്കലാണ് കറാമത്ത്. അത് ജീവിതകാലത്തും ഉണ്ടാകും. അതേപോലെ തന്നെ ഒരാൾ വഫാത്തായി പോയാൽ ഒരു പക്ഷേ ആ വഫാത്തായ മനുഷ്യനോടുള്ള ആദരവ് എന്നോണം അള്ളാഹു ചില അത്ഭുതങ്ങൾ കാണിച്ചേക്കാം. അതിലാർക്കും ഇവിടെ തർക്കമില്ലല്ലോ. ഇതാ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ മരണത്തിന്റെ ശേഷം കറാമത്തില്ലെന്ന് പറയുന്നവരാണെന്ന്. ഞാൻ നിങ്ങളെ കാണിക്കുന്ന പുസ്തകം ഇവർ തന്നെ ഒരുപാട് സ്റ്റേജിൽ കൊണ്ടു നടക്കുന്ന പുസ്തകമാണ്. കേരള നെതുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച കുഞ്ഞീദ് മദനിയുടെ പുസ്തകമാണ്. അല്ലാഹു അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. കുഞ്ഞീദ് മദനി എഴുതിയ പുസ്തകം അല്ലാഹുവിന്റെ ഔലിയാക്കൾ എന്ന പുസ്തകം. അതിൽ നിങ്ങൾക്ക് ഒരു ഹെഡിങ് തന്നെ കാണാം, മരണശേഷം. കേട്ടോളൂ, നാദാപുരത്ത് വന്ന് മുസ്ലിയാരെ ഞങ്ങൾ സമ്മതിച്ചതല്ല, ഞങ്ങളിത് പണ്ടേ പറയുന്നതാണ്. കേട്ടോളൂ, സത്യവിശ്വാസികളുടെ നേരെയുള്ള അള്ളാഹുവിൻ്റെ ആദരവ് അവരുടെ മരണത്തോടെ അവസാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയുടെ ജീവിതകാലത്ത് അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് വല്ല അത്ഭുത സംഭവവും അള്ളാഹു വെളിപ്പെടുത്താനുള്ള ഈ സാധ്യത അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിച്ച ഒരു സംഭവം നോക്കുക. അതാ തെളിവും പറഞ്ഞിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഒരു ചാരസംഘത്തിന്റെ നേതാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിച്ചയച്ച ആസിം റളിയല്ലാഹു അൻഹു ശത്രുക്കളാൽ വധിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം ഒരു ഖുറൈശി നേതാവിനെ വധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആസിം തന്നെയാണോ വധിക്കപ്പെട്ടതെന്ന് ഉറപ്പുവരുത്താനായി തന്റെ ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചു കൊണ്ടുവരാൻ ഖുറൈശികൾ ആളുകളെ അയച്ചു. ഈ അവസരത്തിൽ അദ്ദേഹത്തിന്റെ ജഡം സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലാഹു ഒരു തേനീച്ച കൂട്ടത്തെ നിയോഗിച്ചു. അത് കാരണം ഖുറൈശി ദൂതന്മാർക്ക് അദ്ദേഹത്തിന്റെ ജഡത്തിൽ നിന്ന് യാതൊന്നും മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മരണശേഷം അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് പ്രകടമാക്കിയ ഒരു കറാമത്തായിട്ടാണ് ഈ സംഭവം വ്യാഖ്യാനിക്കപ്പെടേണ്ടത്. അപ്പോൾ ഒരു സത്യവിശ്വാസിയുടെ മരണശേഷവും അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയത്തിൽ അല്ലാഹുവിന്റെ ഒരു ആദരവ് പ്രകടമാകാനുള്ള സാധ്യത തള്ളിക്കളയാവതല്ല. കൃത്യമായി പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്താണ് ഈ പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ ഈ ആളുകൾ എന്താ വിചാരിച്ചെന്നറിയോ? കറാമത്ത് ജീവിതകാലത്ത് ഇയാൾ കാണിക്കാണ്, അതേപോലെ മരിച്ചാലും കാണിക്കുമെന്നാണ്. ജീവിതകാലത്ത് തന്നെയും നിങ്ങൾ മനസ്സിലാക്കിക്കോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ആദരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു അത്ഭുതം അയാളുടെ കയ്യിലൂടെ പ്രകടമായേക്കാം. അതില്ല ജീവിച്ചിരിക്കുന്ന വലിയന് പങ്കില്ല, അയാളുടെ കഴിവല്ല, അയാൾ ഉദ്ദേശിക്കുമ്പോൾ നടക്കുന്നതുമല്ല. അല്ലാഹു അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അല്ലാഹു തന്നെ ചെയ്യുന്നതാണ്. ജീവിതകാലത്തും അത് ഇയാളുടെ കഴിവല്ലല്ലോ. ഇതേപോലെ തന്നെ വഫാത്തിന്റെ ശേഷവും ഇങ്ങനെ ഉണ്ടായേക്കാം. ആസിം റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആസിം റളിയല്ലാഹു തആല അൻഹു വഫാത്തായപ്പോ അദ്ദേഹത്തിന്റെ ആ ഭൗതിക ശരീരത്തിൽ നിന്ന് ഒരു ഭാഗം മുറിച്ചെടുക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നപ്പോ ഇതാ നിങ്ങൾ കേട്ടില്ലേ, ബദറിൽ പങ്കെടുത്ത ബദരിയായ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരത്തെ കടന്നൽ കൂട്ടത്തെ കൊണ്ട് അല്ലാഹു സംരക്ഷിക്കുന്നു. തലവന്മാർക്ക് ആ മയ്യത്തിന്റെ അടുത്തേക്ക് അടുക്കാൻ കഴിയാത്ത നിലക്ക് കടന്നൽ കൂട്ടം ചുറ്റും വട്ടമിട്ട് പറന്നു. ഇവിടെ ആസിം റളിയല്ലാഹു തആല അൻഹുവിനെ ആദരിച്ചുകൊണ്ട് അല്ലാഹു വെളിപ്പെടുത്തിയ കറാമത്തല്ലേ? പക്ഷേ നിങ്ങളൊരു കാര്യം പഠിച്ചു വെച്ചോ, ഇത് ആസിം റളിയല്ലാഹു അൻഹു അറിഞ്ഞിട്ടില്ല. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ കഴിവല്ല, അദ്ദേഹത്തെ ആദരിച്ചുകൊണ്ട് അല്ലാഹു ചെയ്ത സംഗതിയാണ് കേട്ടോ. എങ്കിൽ ഇത്തരം ഘട്ടങ്ങളിൽ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനോടാണ് തേടേണ്ടത്. കറാമത്ത് ആരുടെ പേരിൽ പ്രകടമായോ അവരോടല്ല തേടേണ്ടത് കേട്ടോ. കറാമത്ത് നൽകിയ റബ്ബിനോടേ തേടാവൂ. അതാണ് നമ്മുടെ വിഷയം. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ കടന്നൽ കൂട്ടം സംരക്ഷിച്ചു എന്ന തെളിവും വെച്ചിട്ട് സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരാളുടെ ശരീരത്തെ അയാൾ മരണപ്പെട്ടതിന്റെ ശേഷം ശത്രുക്കൾ മുറിച്ചെടുക്കാനോ കൊത്തിവലിക്കാനോ വരുമ്പോ അവിടെ കൂടിയ മുസ്ലിമീങ്ങൾ ആസിമേ, ഓ യാ വലിയല്ലാ, ആസിം തങ്ങളെ, അല്ലെങ്കിൽ ആസിമേ, അങ്ങയുടെ ജഡത്തെ കടന്നൽ കൂട്ടം കൊണ്ട് സംരക്ഷിക്കപ്പെട്ടല്ലോ. ഇതാ ഞങ്ങളുടെ സഹോദരന്റെ ശരീരം കൊത്തിമുറിക്കാൻ ശത്രുക്കൾ വരികയാണ്, ആ ജഡത്തെ ഒന്ന് സംരക്ഷിക്കണേ. കടന്നൽ കൂട്ടത്തെ പറഞ്ഞയച്ചുകൊണ്ട് ഒന്ന് സംരക്ഷിക്കണം വലിയല്ലോ.
ആസിമേ ഒന്ന് രക്ഷിക്കണേ എന്ന് ആസിം റളിയല്ലാഹു അൻഹുവിനോട് ദുആ ചെയ്യാൻ പാടുണ്ടോ? ഇതാണ് ഇവിടുത്തെ തർക്കം. പാടില്ല. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ കഴിവല്ല, ആസിം റളിയല്ലാഹു അൻഹു അത് അറിഞ്ഞിട്ടില്ല. അല്ലാഹയല്ലേ ആദരവ് നൽകിയത്. അതുകൊണ്ട് ആദരവ് നൽകിയ റബ്ബിനോടാ പറയേണ്ടത്. ഒരൊറ്റ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. കുറച്ചു നേരം കൂടി നിങ്ങൾ ഇരിക്കണം. ഒരൊറ്റ സംഭവം കൂടി പറയട്ടെ. നമ്മൾ ദീനിന്റെ മജ്‌ലിസിലല്ലേ സുഹൃത്തുക്കളെ. അതാ ഈ പറയുന്ന കാര്യത്തിന് തെളിവായി കൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ. മറിയം ബീവി റളിയല്ലാഹു അൻഹാ, വിശുദ്ധ ഖുർആനിൽ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സത്യവിശ്വാസിനികളുടെ നേതാവായി പറഞ്ഞ ഒരേ ഒരു മഹിളാ മുത്തല്ലേ മറിയം ബീവി അലൈഹിസ്സലാം. ആ മറിയം ബീവി അവർക്ക് കറാമത്തുണ്ടായിട്ടുണ്ടല്ലോ. അല്ലാഹു അവരെ ആദരിച്ചിട്ടുണ്ടല്ലോ. എന്തേ? അവര് വളർന്നത് പള്ളിയിലാണ്. ആ പള്ളിയിലതാ അവരെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോ വളർത്തുന്നത് സക്കരിയാ നബി അലൈഹിസ്സലാമാണ്. മറിയം ബീവിയുടെ സമീപത്തേക്ക് സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു ചെല്ലുമ്പോഴൊക്കെ അതാ അവിടെയൊന്നും കിട്ടാത്ത ഫ്രൂട്ട്സുകളും ഭക്ഷണങ്ങളും കാണുന്നു. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ. സക്കരിയാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മിഹ്റാബിൽ മറിയം ബീവി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിന്റെ സമീപത്തേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ അതാ അവരുടെ സമീപത്ത് ഭക്ഷണം കാണുന്നു. ആ ഭക്ഷണം കാണുമ്പോ ഇതെവിടെ നിന്ന് കിട്ടിയെന്നാണ് മറിയം ബീവിയോട് ചോദിക്കുന്നത്. അതാ മറിയം ബീവിയോട് അവർ ചോദിക്കുകയാണ്, യാ മറിയം അന്നാ ലക്കി ഹദാ, ഇതെവിടുന്ന് കിട്ടി മറിയമേ നിനക്ക്? അപ്പോ മറിയം ബീവി പറയുകയാണ്, കാലത്ത് ഹുവ മിൻ ഇന്ദില്ലാ, ഇത് അല്ലാഹുവിന്റെ വക്കൽ നിന്നാണ് കേട്ടോ. കാരണം മിനല്ലാഹ, തീർച്ചയായും അല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കല്ലാതെ കൊടുക്കും കേട്ടോ എന്ന് മറിയം ബീവി പറയുമ്പോ സക്കരിയാ നബിക്ക് ബോധ്യമായി ഇത് കറാമത്തല്ലേ. മറിയം ബീവിയുടെ അടുക്കൽ അത്ഭുതം നടന്നത് ആരാ കാണുന്നത്? സക്കരിയാ നബിയാ കാണുന്നത്. സ്വാഭാവികമായും അപ്പ എന്താ വേണ്ടത്? നമ്മളാണെങ്കിൽ ഈ ഹുബൂരികളാണെങ്കിൽ എന്തു ചെയ്യും? നല്ല കറാമത്തുള്ള ബീവിനെയുള്ള കണ്ടത്. ഇത് തന്നെയാണ് അവസരം, ഇവരോടൊന്ന് ദുആ ചെയ്യാമെന്നല്ലേ ചിന്തിക്കുക. ശരിക്ക് പഠിച്ചു വെച്ചോ സുഹൃത്തുക്കളെ. സൂറത്തു ആലി ഇമ്രാനിലെ 38-ാമത്തെ ആയത്തിനാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഈ അത്ഭുതം ഇങ്ങ് കണ്ടപ്പോ ആർക്കും തോന്നില്ലേ പുതുമ? ആർക്കും തോന്നില്ലേ അത്ഭുതം? സക്കരിയാ നബി കടന്നു ചെല്ലുമ്പോഴൊക്കെ മറിയം ബീവിയുടെ സമീപത്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ കാണുന്നു. സക്കരിയാ നബിക്ക് കിട്ടാത്ത ഭക്ഷണമാണ്, പരിസരത്തൊന്നും കണ്ടിട്ടില്ലാത്ത ഭക്ഷണമാണ് എന്നൊക്കെ ഇതിന് വ്യാഖ്യാനങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ അത്ഭുതമങ്ങ് കണ്ടപ്പോ, മറിയം ബീവിയുടെ കറാമത്തങ്ങ് കണ്ടപ്പോ സ്വാഭാവികമായും ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളല്ലേ സക്കരിയാ നബി? എനിക്കൊരു കുട്ടി വേണമെന്ന് പ്രാർത്ഥിക്കുന്നയാളല്ലേ സക്കരിയാ നബി? ഈ അത്ഭുതമുള്ള ബീവിനെ അങ്ങ് കണ്ടപ്പോ സക്കരിയാ നബി എന്താ പറയേണ്ടിയിരുന്നത്? ഓ മറിയമേ, ഇത്ര വലിയ കറാമത്തുള്ള പെണ്ണാണോ നീ? ഇത്ര വലിയ കറാമത്തുള്ള മഹിളയാണോ താങ്കൾ? എങ്കിൽ എനിക്കൊരു കുട്ടിനെ തരണേ. അല്ല നിങ്ങൾക്ക് കറാമത്ത് തന്നിട്ടുണ്ടല്ലോ. അല്ല നിങ്ങൾക്ക് നൽകിയ കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. സ്വയം കഴിവ് കൊണ്ട് വേണ്ട, സ്വയം കഴിവ് കൊണ്ട് തരണ്ട. അല്ല നൽകിയ കഴിവില്ലെന്ന് നിങ്ങൾ എനിക്കൊരു മകനെ തരണം എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. മറിച്ച് എന്താ വേണ്ടത്? ഈമാനുള്ള മനുഷ്യന്മാരെന്താ ചെയ്യുക? ഇങ്ങനെ കറാമത്ത് കണ്ടാൽ തന്നെ അവരോട് പ്രാർത്ഥിക്കുകയല്ല വേണ്ടത്. മുഅ്മിൻ എന്താ മനസ്സിലാക്കുന്നതെന്നോ? ഈ കറാമത്ത് ഇവരുടെ കഴിവല്ലല്ലോ, ഇത് കൊടുത്ത റബ്ബിന്റെ കഴിവല്ലേ. അതുകൊണ്ട് എന്റെ ആഗ്രഹം ഈ അവസരത്തിൽ ഞാൻ എന്റെ റബ്ബിനോട് തന്നെയാണ് ചോദിക്കേണ്ടത്. അതാ മുസ്ലിമീങ്ങളെ, നമുക്ക് മുഴുവൻ മാതൃകയായിക്കൊണ്ട് മറിയം ബീവിയുടെ ഈ കറാമത്ത് നമ്മളൊക്കെ കേട്ടിട്ടല്ലേയുള്ളൂ, തഫ്സീറിൽ വായിച്ചിട്ടല്ലേയുള്ളൂ. കണ്ണുകൊണ്ട് നോക്കിക്കാണുന്ന നേരത്തും സക്കരിയാ നബി പതറിപ്പോയില്ലല്ലോ, മറിയം ബീവിയോട് തേടിയില്ലല്ലോ. മറിച്ചെന്താ ഈ കറാമത്ത് കണ്ടപ്പോ സക്കരിയാ നബി എന്താ ചെയ്തതെന്ന് ഖുർആൻ പറയട്ടെ. ഹുനാലിക ദആ സക്കരിയ, മറിയമ എന്നല്ല. അവിടെ വെച്ച് സക്കരിയ മറിയമിനോട് വിളിച്ച് തേടി എന്നാണോ? അങ്ങനെയാണോ സുഹൃത്തുക്കളെ ഖുർആനിൽ പറഞ്ഞത്? അല്ലല്ലോ.
എന്താ ഖുർആൻ പറയുന്നത്? ഈ കറാമത്തുള്ള ബീവിയെ കണ്ടപ്പോ, ഈ അത്ഭുതങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു ബോധ്യപ്പെട്ടപ്പോഴും മറിയം ബീവിയോടല്ലല്ലോ കുട്ടിയെ ചോദിച്ചത്. ആരോടാ ചോദിച്ചതെന്നോ? ഹുനാലിക ദഅ സക്കരിയാ റബ്ബഹു. അവിടെ വെച്ചതാ സക്കരിയ അലൈഹിസ്സലാം തന്റെ റബ്ബിനെ വിളിച്ചുകൊണ്ട് പറയാണ്. ഖാല, എന്താ മഹാനവറുകൾ പ്രാർത്ഥിച്ചതെന്നോ? വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുരിയതൻ തയ്യിബ ഇന്നക സമീഉദ് ദുആ. റബ്ബി, എന്റെ രക്ഷിതാവേ, ഹബ്ലി, നീ എനിക്ക് തരണം, മിൻ ലദുൻക ദുരിയതൻ തയ്യിബ, നിന്റെ അടുക്കൽ നിന്ന് പരിശുദ്ധരായ മക്കളെ, സന്താനങ്ങളെ നീ എനിക്ക് നൽകി അനുഗ്രഹിക്കണം റബ്ബേ. എനിക്ക് മറിയം ബീവിയോടല്ല ചോദിക്കാൻ തോന്നുന്നത്, കറാമത്തുള്ള ബീവി എൻ്റെ അടുക്കലില്ലാഞ്ഞിട്ടല്ലോ. പക്ഷേ നിനക്കല്ലേ എല്ലാത്തിനും കഴിവുള്ളവൻ, നീയല്ലേ എല്ലാം കേൾക്കുന്നവൻ. നിന്നോട് ഞാൻ പറയട്ടെ, ഈ എനിക്ക് സന്താനത്തെ തരണം. ഇന്നക സമീഉദ് ദുആ. പടച്ചവനേ റബ്ബേ, നീയല്ലേ എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവൻ, പ്രാർത്ഥന കേൾക്കുന്നവൻ നീയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കറാമത്തുള്ള ബീവിയുടെ അടുത്ത് വെച്ചും കറാമത്തുള്ള ബീവിയോട് പറയാതെ അതാ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോടല്ലേ ദുആ ചെയ്തത്. ഇതാ മുജാഹിദുകൾ പറയുന്നത്, മുജാഹിദുകൾ ജീവിതകാലത്തുള്ള കറാമത്തിനെ നിഷേധിക്കുന്നവരല്ല, മരണാനന്തരവും ഒരാളെ ആദരിച്ചുകൊണ്ട് അല്ലാഹു വല്ല കറാമത്തും പ്രകടിപ്പിച്ചുവെങ്കിൽ അതിനെയും എതിർക്കുന്നവരല്ല. നിങ്ങൾ കള്ളം പറയരുത്, നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കരുത്. പക്ഷേ ഞങ്ങളൊരു കാര്യം പറയുന്നുണ്ട്, ജീവിതകാലത്താവട്ടെ വഫാത്തിന്റെ ശേഷമാവട്ടെ ആരുടെയെങ്കിലും മുഖേന വല്ല കറാമത്തും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് അവരുടെ കഴിവല്ല കേട്ടോ, അത് റബ്ബിന്റെ കഴിവാണ്. റബ്ബാണത് ചെയ്യുന്നത്. ഇവർക്കിതിൽ പങ്കില്ല, ഇവരല്ല പ്രവർത്തിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അത്ഭുതം പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അത് ഇവരിലൂടെയാണ് നടക്കുന്നത് എന്നതാണ് അവർക്കുള്ള കറാമത്ത്. ഈ ഒരു സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് കറാമത്തിന് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷേ ആ കറാമത്തിന്റെ പേരും പറഞ്ഞിട്ട്, മുഅ്ജിസത്തിന്റെ പേരും പറഞ്ഞിട്ട് നമ്മൾ അവരെ വിളിച്ചു പ്രാർത്ഥിക്കാമോ? മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഖിദ്ർ അലൈഹിസ്സലാമും കൂടി ഒരു ഭാഗത്തേക്ക് പോകുമ്പോ ഒരു മതിൽ നന്നാക്കി കൊടുത്തു എന്ന് സൂറത്തുൽ കഹ്ഫിലില്ലേ? ആ അത്ഭുതകരമായ ആ സംഭവത്തെ സംബന്ധിച്ചോ മറ്റേതെങ്കിലും സംഭവങ്ങളെ പറ്റിയിട്ടോ പറഞ്ഞിട്ട് മതിൽ വീഴാൻ പോകുമ്പോ മൂസ നബിയെ ഖിദ്ർ നബിയെ എന്ന് വിളിച്ച് തേടാൻ പറ്റുമോ? കറാമത്തുകളും അതേപോലെ തന്നെ മുഅ്ജിസത്തുകളും ഒക്കെ അല്ലാഹു പ്രകടിപ്പിക്കുന്നതാണ്. ആ പ്രകടിപ്പിക്കുന്നതിൽ പ്രവാചകന്മാരോട് അതേപോലെ തന്നെ അവരെ വിളിച്ചുകൊണ്ട് ദുആ ചെയ്യാനുള്ള രേഖയല്ല സുഹൃത്തുക്കളെ. ഇക്കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ ഈ സത്യങ്ങളൊക്കെ സത്യങ്ങളായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു പ്രത്യേകമായ ആശയങ്ങളെ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സുഹൃത്തുക്കളെ. ഇൻഷാ അല്ലാഹ് ഇനി ഞാൻ അധികം തീറ്റി സംസാരിക്കുന്നില്ല. നാളെയും ഇൻഷാ അല്ലാഹ് നിങ്ങൾ നേരത്തെ തന്നെ വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പല സഹോദരങ്ങളും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ISM-ന്റെ വാണിമേൽ യൂണിറ്റ് സെക്രട്ടറി, അദ്ദേഹം രോഗിയായി കിടപ്പിലാണ്. അദ്ദേഹത്തിന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അർഹമുർറാഹിമീനായ തമ്പുരാനെ, ഞങ്ങളുടെ ആ സഹോദരന്റെ രോഗം എന്തു തന്നെയാണെങ്കിലും നീ ശിഫ നൽകണം തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളിലെ എല്ലാ രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ നീ ശിഫയാക്കണം തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള, മരണപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ പണ്ഡിതന്മാർ, ഞങ്ങളുടെ നേതാക്കന്മാര്, ഞങ്ങളുടെ ബഹുമാനപ്പെട്ടവരായി ഞങ്ങൾക്ക് ഇൽമു പകർന്നു തന്ന ഒരുപാട് പണ്ഡിതന്മാര് ഈ രാജ്യത്തിന്റെ പരിസരത്തുള്ള പല ഭാഗങ്ങളിലും ഈ അടുത്ത ദിവസങ്ങളിൽ വഫാത്തായി പോയിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ ഖബറുകളെ നീ സ്വർഗ്ഗത്തോപ്പാക്കണം തമ്പുരാനെ. അർഹമുർറാഹിമീനായ റബ്ബേ, നിന്റെ ദീനിനെ ശരിക്കും പഠിച്ച് മനസ്സിലാക്കാനും അത് പറയാനും അത് പ്രചരിപ്പിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ആ നിലക്ക് തന്നെ മരണപ്പെട്ടുകൊണ്ട് നല്ലവരോടൊപ്പം നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് ചേരാൻ സർവ്വ തൗഫീഖും നൽകി നീ ഞങ്ങളെ ആദരിക്കണം റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.